ആത്മഹത്യക്കുള്ള വഴിത്തിരിവിലേക്ക് എത്തിച്ചു ബിസിനസ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച്. എന്താ വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് പെട്ടെന്ന് അവരുടെ MD ചൂതുകളി കൂടെ കൊളാപ്സായി. ഒരു 7 കോടി രൂപ ഡെറ്റായി. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അന്നേരം ഛർദ്ദിക്കും. എന്താ വെച്ചാൽ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ വേറെ വേണം. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിനെ അങ്ങനെ 1 മാസത്തോളം അങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റാറില്ല. നമുക്ക് കിടക്കുമ്പോൾ ഒരു ആദ്യമാണ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഹീറോ ആയിരുന്നല്ലോ. അതിൽ നിന്ന് 0 ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. ശനിയാഴ്ചകളിൽ ഫ്രണ്ട്സ് വിളിക്കും, നമുക്ക് ടാജിൽ പോയിട്ട് ഫുഡ് കഴിക്കണ്ടേ, ടാജിൽ പോയിട്ട് പാർട്ടി നടത്തണ്ടേ, പിന്നെ പാർട്ടിക്കും ആളില്ല, ഫുഡിനും ആളില്ലാത്ത അവസ്ഥയായി, ഏകനായി. പക്ഷെ 1000 കോടി ടേൺ ഓവറുള്ള ഒരാൾക്ക് 7 കോടി രൂപ കടം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഒരു ഓൺട്രപ്രണർ ആയിപ്പോണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. സന്തോഷം സങ്കടവും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ മറ്റൊന്നാം തീയതി ശമ്പളം കിട്ടും, ആരോടൊന്നും ചോദിക്കുന്നുണ്ട്. മറ്റേതാകുമ്പോഴത്തേന് 1-ാം തീയതി നമ്മളെ ശമ്പളം ഉണ്ടാക്കണം. എന്നിട്ട് അയാൾ ചോദിച്ചു വിച്ച് കാർ യുവർ യൂസിങ്. ഞാൻ പറഞ്ഞു സാൻഡ്രോ. അവൻ്റെ മുഖത്തൊരു മന്ദഹാസം. എടാ 2.5 ലക്ഷത്തിൻ്റെ കാർ വാങ്ങിച്ചിട്ട് നീ 72-80 ലക്ഷത്തിൻ്റെ കാറാണ് ഡെമോ കാണുന്നത്. പക്ഷെ ആ ചിരി എന്നെ ഉള്ളിൽ തോന്നി, ഇത് വാങ്ങിച്ചിട്ട് കാര്യമുള്ളൂ. ജീവിതകഥയിനേക്കാൾ ഉപരി ഒരുപാട് കച്ചവടക്കാർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഗുണം കിട്ടുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ബ്രാൻഡുകളെ അവരുടെ വിജയത്തിന്റെ വലിയൊരു നിലയിലേക്ക് എത്തിച്ചതിന്റെ ഒരു സക്സസ് സ്റ്റോറി പറയാനുണ്ട്. തൻ്റെ 15 വർഷത്തെ കോർപ്പറേറ്റ് ജീവിതം അവസാനിപ്പിച്ച് ഒരു സംരംഭകനായി ഇറങ്ങുകയും എന്നാൽ അവിടെ പരാജയപ്പെട്ട് ആ പരാജയത്തിന്റെ ഉത്തരം കണ്ടെത്തി ആ ഉത്തരത്തിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭകൻ, ഒരു വിജയിച്ച സംരംഭകൻ, വിജയിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭകൻ, ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള പ്രകാശം കൊടുക്കുന്ന ഒരു സംരംഭകൻ. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷൈൻ ചേട്ടനെ. ഷൈൻ ചേട്ടാ, സ്വാഗതം. എനിക്ക് വളരെയധികം സന്തോഷം. കാരണം ഷൈൻ ചേട്ടൻ വന്നിരിക്കുമ്പോൾ തന്നെ ഒരു ഓറയുണ്ട്, ഒരു ചിരിക്കുന്ന മുഖത്തോടു കൂടി. ആ ഓറയായിരിക്കുമല്ലേ ഈ വളർന്നു വരുന്ന എല്ലാ കച്ചവടക്കാർക്കും കൊടുത്തതും അവരെ വളരാനുള്ളൊരു കാരണവും. പ്രോബബ്ലി അത് വൺ ഓഫ് ദി റീസൺ ആണ്. സെക്കൻഡ് റീസൺ പേര് ഇറ്റ്സെൽഫ് തന്നെ ആൾക്കാർ അന്നേരം അതിൻ്റെ അകത്ത് തന്നെ ആൾക്കാർ ചോദിക്കും ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ. അത് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഓൾ ദി കമ്മ്യൂണിറ്റി. മനസ്സിലായി, എല്ലാവർക്കും ഉണ്ട്. അത് ഷൈൻ എന്നുള്ള ഒരു സാധനം എന്നെ ആക്ച്വലി അതിന് കഥയുണ്ട്. എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ സ്കൂളിലെ ടീച്ചറായിരുന്നു. ടീച്ചറായിരുന്നുകൊണ്ട് അന്നേരം അച്ഛനോട് പറഞ്ഞു ഷൈൻ എന്നുള്ള കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. എന്നിട്ട് ആ പേര് മോനിടാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് നമുക്ക് മാർക്ക് കിട്ടിയോ? ഇല്ല, എനിക്കെല്ലാ ടീച്ചറിന്റെ ഒരു 1/2 മാർക്ക് കൂടെ കിട്ടിയാണ് ഞാൻ ഡിഗ്രി വരെ ജയിച്ചുകൊണ്ടിരുന്നത്. 39 എന്റെ ടീച്ചർ ഈ ചിരിക്കിട്ട മാർക്കായിരിക്കും. 1/2 മണിക്ക് മാർക്ക് ആ ചിരിയുടെ ഭാഗമായിട്ട് തരും. ഞാൻ എല്ലാ പ്രാവശ്യവും ജയിക്കും. എവിടെയാണ് സ്വദേശമൊക്കെ? സ്വദേശം പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. വിദ്യാരാജ എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അച്ഛൻ കൽട്ടൂണിലൊരു ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്, അവൾ ഭയങ്കര പഠിത്തക്കാരിയാണ്. അവൾക്ക് MSc ഒരു റാങ്ക് കിട്ടി. കമ്പാരിസൺ എപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പം പിന്നീട് ഡിഗ്രി ചെയ്തോ? എന്തായിരുന്നു കോഴ്സ് ചെയ്തേ? നോർമൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ചടങ്ങനുസരിച്ച് ഡിഗ്രി പാസ്സായി. ഡിഗ്രി പാസ്സായിട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്താണ് PG ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഈ 39 മാർക്കുമായിട്ട് ഇനി മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളൊരു തീരുമാനം എടുത്തു. പക്ഷേ എനിക്ക് അന്നേരം തൊട്ട് തുടങ്ങി ഒന്ന് പഠിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാം. ഐ ഹാവ് ഡൺ PG ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അന്ന് LBS എന്ന് പറഞ്ഞിട്ടൊരു ലാൽ ബഹദൂർ ശാസ്ത്രി സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് അഫിലിയേറ്റഡ് ചെയ്ത് അവിടെ സ്ഥാപനം തുടങ്ങിയായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസേഴ്സാണ് ഞങ്ങളുടെ സാറുമാർ. അവരുടെ പ്രൊഫഷണൽ വേ ഓഫ് വർക്കിങ്ങും ആ കോളേജിലേക്ക് പോയത് കൊണ്ടുള്ള MG കോളേജിലാണ് പഠിച്ചതൊക്കെ. പക്ഷെ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ നമ്മുടെ ഒരു ഉണർവ് വരികയും അത് നല്ല രീതിയിൽ 82% അന്നേരം പെട്ടെന്ന് ബോധോദയം ഉണ്ടായത്. കോളേജിലൊക്കെ പോയപ്പോൾ 82%, അതുവരെ 39 മാർക്ക് ലിസ്റ്റ് ആയിട്ട് നടന്നത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, അപ്പൊ നിനക്ക് കഴിവില്ലാത്തോണ്ടൊന്നും അല്ലല്ലടാ, നീ ഉഴപ്പിയതാണെന്ന് ചോദിച്ചോ? അന്നേരമാണ് മനസ്സിലായി 10-12 വർഷം വെറുതെ കളഞ്ഞു. അന്ന് നമുക്ക് ഷൈൻ ചെയ്യാമായിരുന്നു. അന്ന് ഷൈൻ ചെയ്യായിരുന്നു. സ്റ്റേജിൽ ഒരുപാട് പേര് കൊണ്ടു നടക്കായിരുന്നു. ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആക്ച്വലി ഞാൻ BPL സാനിയോ വാക്യൂം ക്ലീനേഴ്സിൻ്റെ ഒരു ഡെമോൺസ്ട്രേറ്റർ വേക്കൻസി കണ്ടത്. വീടുകളിൽ പോയി ഡെമോ ചെയ്യുന്നതിൻ്റെ ISR എന്നാണ് അതിന് പേരിട്ടിരുന്നത്, ഇൻഡിപെൻഡൻറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്. അതിൽ ഇൻ്റർവ്യൂ ചെയ്തു, കിട്ടി.
ഓൾമോസ്റ്റ് 1 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അത് ട്രിവാൻഡ്രം ഏരിയയിലാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റാർട്ടിംഗ് സാലറി 500 രൂപ പെർ മന്ത്. 500 രൂപ. ഈ 500 രൂപയ്ക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൈ കിട്ടുമോ? പക്ഷെ അന്നത്തെ ഇതെന്ന് വെച്ചാൽ 500 രൂപ ഒരു സ്റ്റാർട്ടിങ് ശമ്പളം എന്നുള്ള രീതിയിൽ നല്ലൊരു ശമ്പളം ആയിരുന്നു 31 വർഷം മുന്നേ. പക്ഷേ അന്ന് അവരുടെ പ്രോഡക്റ്റ്സ് വിൽക്കുമ്പോൾ നമുക്ക് നല്ല ഇൻസെൻറ്റീവ് കിട്ടും. അന്ന് 300 രൂപ ഒരു പ്രോഡക്റ്റിന് ഇൻസെൻറ്റീവ്, അല്ലെങ്കിൽ 500 രൂപ പ്രോഡക്റ്റിന് ഇൻസെൻറ്റീവ് തരുന്നുള്ള ഇതുണ്ട്. നമ്പേഴ്സ് വിറ്റാൽ കൂടുതൽ സാലറി ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരുന്നുണ്ടായിരുന്നു. ഒരു സെയിൽസ്മാൻ ആയി നമ്മളപ്പോൾ. അന്നേരം അവിടെ ഒരു 4 ദിവസത്തെ ട്രെയിനിങ് കിട്ടിയപ്പം ഏത് വീട്ടിലും ഇടിച്ചു കയറാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റിയവർ. അച്ഛൻ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്യാണ്, നമ്മളാണെങ്കിലും PG 82% മാർക്കിൽ വിജയിച്ച ഒരാള് ഈ വീട്ടിൽ പോയിട്ട് നോക്കി ഈ പ്രൊഡക്റ്റ് ഡെമോ കാണിച്ച് വിൽക്കുന്നത് അത്ര നല്ല ജോലിയായിട്ട് തോന്നിയപ്പോ? ഈ യാത്രയിൽ വൈറ്റ് കോളർ ബ്രൗൺ കോളർ എന്നാണ് അന്ന് ഈ 95. ബ്രൗൺ കോളർ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലിക്ക് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരാണ് ബ്രൗൺ കോളർ ജോബ് ആയി കണ്ടിരുന്നത്. വൈറ്റ് കോളർ എന്ന് പറഞ്ഞാൽ ഇത് ചെളി പറ്റൂലെന്ന്. പക്ഷെ ഇത് ശരിക്കും ചെളി പറ്റുന്നൊരു ജോബ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് മണി പാർട്ട് വളരെ ഹൈ ആയിരുന്നു. ഇൻസെന്റീവ് പാക്കേജ് കൂടുതലായിരുന്നു, വളരെ കൂടുതൽ. ഞങ്ങൾക്കൊരു വാക്യൂം ക്ലീനർ വിറ്റാൽ 500 രൂപ വരെ കിട്ടുന്ന ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതും ടഫായിരുന്നു. അതിൽ ഒരുപാട് കഥകളുണ്ട്. എന്ന് വെച്ചാൽ 500 രൂപയ്ക്ക് ശമ്പളം കിട്ടുമെങ്കിലും 12,500 രൂപ തൊട്ട് 13,000 രൂപ എല്ലാ മാസവും ഉണ്ടാക്കായിരുന്നു. ഒരു 24 പീസ് ഒരു മാസം എങ്ങനെയായാലും വിൽക്കും. ഒരു ദിവസം പണിക്കിറങ്ങിയാൽ 2 തൊട്ട് 3 പീസ് വിൽക്കാതെ വീട്ടിൽ തിരിച്ചു വരില്ല. അതൊക്കെ ഒരു വാശിയായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോർ നോക്കിൽ ഒരു 10 പേരെ കാണും, 60 പേരെ കാണുന്നതാണ്. പക്ഷേ അതിൻ്റെ പുതിയ ടെക്നിക്സ് ഒക്കെ പഠിച്ചിട്ട് ഒരു 10-12 പേരെ കാണും. വൈകുന്നേരം 2 പേരെ ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോകുള്ളൂ. അല്ലെങ്കിൽ അത് 11 മണി വരെ രാത്രി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ക്ലോസിങ് ആകാതെ വിഷമിച്ചിട്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കസ്റ്റമറെ കണ്ട് സംസാരിച്ച് ക്ലോസ് ചെയ്തിട്ട് പോകുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയം എടുത്തു വെച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, വീട്ടിൽ നിന്ന് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അതങ്ങ് സെയിൽസ് അങ്ങ് സെറ്റായി ആ ഒരു വർഷം അവിടെ നിന്ന്. അതെ, ആ ഒരു വർഷം കൊണ്ട് ഈ ഒരു വീട്ടിൽ കയറി ഇത് ഡെമോ ചെയ്തെന്നുള്ള നമ്മുടെ ഒരു ഇനിഷ്യൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അന്നേരം അത് മാറിക്കിട്ടി. അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? കാരണം എപ്പോഴും ഒരു വ്യക്തിനെ ഡയറക്റ്റ് നമ്മൾ അവരുടെ വീട്ടിൽ പോയി കാണുമ്പോൾ പല പല സാഹചര്യത്തിലുള്ളവരെ നമ്മൾ കാണുന്നത്, പല മൂഡ് സ്വിങ്സ് ഉള്ളവരെ കാണുന്നത്. നമ്മളൊരു ഷോപ്പിൽ നിന്നിട്ട് സാധനം മേടിക്കാൻ വരുന്നവർക്ക് ഏകദേശം ഇത് മേടിക്കാനുള്ള മൂഡായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ മൂഡ് ഇതൊന്നും ആയിരിക്കില്ല, ഇത് മേടിക്കാനുള്ള ഒരു ആസ്പെക്റ്റിലേ ആയിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇത്രയും പേരെ കണ്ടപ്പോൾ എന്താ ജീവിതത്തിൽ പഠിച്ചൊരു പാഠം? ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഇമോഷണൽ കണക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണല്ലോ, ക്യാരക്ടർ ഡ്രിവൺ കസ്റ്റമർ ആൻഡ് ഇമോഷണൽ ഡ്രിവൺ കസ്റ്റമർ. അത് നമുക്ക് ഇമോഷണലി അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് സെയിലും. ക്യാരക്ടർ പറഞ്ഞാൽ സർ പ്രോഡക്റ്റ് ഇത് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഡെമോ ചെയ്തു ഒരിക്കലും സെയിൽ നടക്കില്ല. അവരിൽ ഒരാളെ മാറി അവരുടെ ഈ പ്രോഡക്റ്റ് അവർക്ക് ഇപ്പം അവരുടെ സീനിയറായിട്ട് അച്ഛനോ അമ്മയോ അമ്മൂമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുണ്ട്, അവർക്ക് ഡസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്, ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ഡസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുക, അതിനെപ്പറ്റി കാണിച്ചു കൊടുക്കുകയും. അല്ലെങ്കിൽ വൈഫ് അവിടെ ഉണ്ട്, വൈഫിന് ക്ലീനിങ് ബുദ്ധിമുട്ടാണ്, അതായത് ഹൈറ്റ്സ് ഉള്ള ഇതിൽ ക്ലീൻ ചെയ്യാൻ, നമ്മൾ അതിൻ്റെ എക്സ്റ്റൻഷൻ വെച്ച് ക്ലീൻ ചെയ്ത് കാണിക്കുമ്പോൾ അവരുടെ ഇഷ്യൂസിന് സൊല്യൂഷൻ കൊടുത്തു കഴിയും. അത് ഇമോഷണലി കണക്ട് ചെയ്ത് കഴിയുമ്പോഴും മണി ഒരു പ്രശ്നമല്ല, ഇമോഷൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് സെയിൽസ് ക്ലോസിങ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതാണ് എൻ്റെ ആ ഒരു വർഷത്തെ യാത്ര ഏറ്റവും കൂടുതൽ പഠിച്ചത്. സോ ബേസിക്കലി നമ്മളൊരു കൗണ്ടർ കയറി ഡെമോ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ 12 അല്ലെങ്കിൽ 14 ഡെമോസാണ് ഫിക്സ് ചെയ്യണത്. അതിലൊരു 4-5 രാവിലെ സംസാരിക്കാൻ നമുക്ക് അറിയാം ഇത് സെയിൽ ഇവിടെ നടക്കുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ആ 1-2 ഡയലോഗ്സിൻ്റെ അത് ഇമോഷണലി കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തടത്ത് ഇപ്പോൾ വേണ്ട നാളെ വരൂ, ഇങ്ങനെ നിങ്ങളോടല്ലേ ഇവിടെ വരണമെന്ന് വെച്ചാൽ അതൊന്നും പ്രാക്ടിക്കലി നമുക്ക് അവിടെ സ്പേസ് ഇല്ലെന്നുള്ളതാണ്. എന്നിട്ട് അവിടെ പോയി വെറുതെ മെനക്കെട്ടൊരു കളയാണ്. നമുക്ക് ആ വർത്തമാനം പറയുമ്പോൾ കണക്ഷൻസ് കിട്ടുന്നിടത്താണ് നമ്മൾ വൈകുന്നേരം ഡെമോ ചെയ്യുന്നത്. ഡെമോ ചെയ്യുമ്പോൾ വേറെ പ്രത്യേകത വെച്ചാൽ നമുക്ക് 1-2 ക്ലോസിംഗ് ആണ് ഒരു ദിവസങ്ങളിൽ കിട്ടുന്നത്. കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് എല്ലാം ചിലവുകളാണല്ലോ. ചിലവിൽ നമ്മൾ അവരോട് ചോദിക്കും ഇതിൻ്റെ സക്ഷൻ ആണെന്ന് വെച്ചാൽ അന്ന് 800 വാട്ട്സ് 1000 വാട്ട്സ് അങ്ങനെ 2 വാട്ട്സിലുള്ള മെഷീൻസാണ് ഉള്ളത്. ഞാൻ 1000 വാട്ട്സിൻ്റെ മെഷീൻ വെച്ചിട്ടാണ് ഡെമോ ചെയ്യുന്നത്. അതിന് പ്രത്യേകതയുണ്ട്, അതിന് 500 രൂപ കിട്ടും, 800 ആണെങ്കിൽ 300 കിട്ടും. 500 കിട്ടുന്നതല്ല നല്ല 300 കണ്ടിൽ എന്നുള്ള ചിന്തയിൽ ആ മെഷീൻ്റെ ഡെമോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഡെമോ ചെയ്യുമ്പോൾ നമുക്കൊരു സർട്ടൺ 5 മിനിറ്റ് തൊട്ട് 7 മിനിറ്റിൻ്റെ അകത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഇത് വാങ്ങിക്കുന്നുണ്ടോ ഇല്ലെന്ന്. 7 മിനിറ്റിൻ്റെ അകത്ത് വാങ്ങിക്കുന്നില്ലെങ്കിൽ അടുത്ത ഫൈനൽ നമ്പറുണ്ട്, മാമിൻ്റെ സക്ഷൻ പവർ കാണണ്ടേ, ഇപ്പോൾ വാങ്ങിക്കുന്നില്ലെന്നറിയാം, പക്ഷേ ഫ്യൂച്ചറിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഈ 1000 വാട്ട്സ് BP വാങ്ങിക്കാനും വേറെ ഒന്നും വാങ്ങിക്കരുത്, മാം കുറച്ച് കോയിൻസ് തരുമോ. അന്നേരം അവർ അന്നത്തെ കാലത്ത് 25-50 പൈസ 31 ഇയേഴ്സ് ബാക്കിൽ. പക്ഷേ അന്നേരം നമ്മൾ നോക്കും ഇതിന് എത്രയുണ്ട്, 1 രൂപ 2 രൂപ ഉള്ളൂ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ
നമുക്ക് ചായക്കുള്ള പൈസ വേണം, അന്നേരം ഒരു കുപ്പി വെള്ളത്തിനുള്ള പൈസ വേണം, അന്നേരം ഐഡിയയിൽ ഒരു 5 രൂപ തൊട്ട് 8 രൂപ വേണം അന്നത്തെ കാലത്ത് ഒരു ചായ. അന്നേരം ഒരു 5 രൂപയ്ക്കുള്ള കോപ്പ് അവിടെ പറയും കുറച്ചുകൂടെ കോയിൻസ് ഉണ്ടെങ്കിൽ സക്ഷൻ കാണിച്ചു തരാമെന്ന്. ഇത് താഴോട്ട് ഇടാൻ പറയും, മിനിറ്റ് നേരം കൊണ്ട് വലിച്ച് നമ്മുടെ മെഷീൻ്റെ അകത്താക്കും. ചായ കുടിക്കാനുള്ള കാശ് അവർ പറയും മാം ഇത് പൊടിയാണ് എടുക്കണം, വേണ്ട എടുക്കണം. അത് ഞങ്ങൾ വെളിയിറങ്ങി എടുക്കുക, വാഷ് ചെയ്യുക, കൊടുക്കുക, ചായ കുടിക്കുക. പട്ടിണി കിടന്നിട്ടില്ല. അതിനെന്താ വെച്ചാൽ ആ ബിസിനസ്സിൽ ലാഭം നഷ്ടം അന്നേരം തന്നെ തീരുമാനിക്കും. നഷ്ടം വരാൻ ഒരു കാരണവശാലും അന്നോട്ട് സമ്മതിച്ചിട്ടില്ല. ഒന്നെങ്കിലും ബിസിനസ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ചായ കാശെങ്കിലും കിട്ടണം. എത്ര നാൾ അവിടെ ഒരു വർഷത്തോളം അത് ഭയങ്കര രസകരമായിട്ട് വർക്ക് ചെയ്തു. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഡയറക്ട് മാർക്കറ്റിങ്ങിൻ്റെ അത് പ്രശ്നം ഞാൻ കസ്റ്റമർ അന്വേഷിച്ച് നടക്കണം. അന്നേരം ഈ യാത്രകളിൽ പഠിച്ചു നമുക്ക് പോയി കാണാതെ നമ്മളെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ സോണിയുടെ കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്നു. 2 വർഷത്തോളം സോണിക്ക് വേണ്ടിയിട്ട് അവരുടെ TV ഓഡിയോസിൻ്റെ AV ഡിവിഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ തൃശ്ശൂരും എറണാകുളത്തിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ LG എന്നുള്ള കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അന്ന് ലക്കി ഗോൾഡ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വലിയ LG എന്നുള്ള ബ്രാൻഡായിരുന്നു. ഇനിഷ്യൽ ഡേയ്സിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മാത്രമാണ് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സിക്യൂട്ടീവ്സ് ഞങ്ങളാണ് കാറിൽ എല്ലാ കൗണ്ടറിലും പോയിക്കൊണ്ടിരുന്നത്. അതായത് BPL മൊണിയുടെയാണ് അന്നത്തെ ലീഡേഴ്സ് അല്ലെ വീഡിയോക്കോണും. പക്ഷേ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് ഞങ്ങൾ പോകുന്നത് കാറിലും പിന്നെ മൊബൈൽ ഫോണൊക്കെ ആയിട്ടാകുമ്പം ഡീലേഴ്സ് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്കുള്ള ഇൻട്രൊഡക്ഷൻ ഞങ്ങളെ ചെന്ന സാറിന് ഇവരെല്ലാം വെയിറ്റ് ചെയ്യിപ്പിക്കും. ഞങ്ങളുടെ ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വെയിറ്റിംഗ് ഇല്ലായിരുന്നു. എന്നാൽ ആ പ്രിവിലേജ് കിട്ടി, LGയുടെ എക്സിക്യൂട്ടീവ് എന്നുള്ള പ്രിവിലേജ് കിട്ടി. പിന്നെ തൊട്ട് ഇൻഡസ്ട്രിയിൽ സോണിയിൽ ബെസ്റ്റ് ആണെങ്കിലും അതിൻ്റെ പ്രൈസിങ് കൂടുതലായതുകൊണ്ട് പലരും അടുപ്പിക്കാറില്ല. പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വിരക്തത കാണിക്കും ഡീലേഴ്സ്. മാർജിനും കുറവാണ് സോണിയിൽ. പക്ഷേ LGയിൽ വാസ് എ ഗ്രേറ്റ് സക്സസ് ആയിരുന്നു. പിന്നെ അവിടെ എങ്ങോട്ടായിരുന്നു? പിന്നെ ഒരു 11 വർഷം വേൾപൂളിലോട്ട് കയറി. അതൊരു അമേരിക്കൻ കമ്പനിയായിരുന്നു. കൊറിയൻ കൾച്ചറും ചൈന കൾച്ചറും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവരെപ്പോഴും ഒരു ഹ്യൂമിലിയേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എപ്പോഴും ചീത്ത പറയുക, ഇവാലുവേഷനൊക്കെ. പക്ഷേ വേൾപൂൾ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ കൾച്ചറാണ്. അമേരിക്കൻ കൾച്ചറിൽ എന്താ വെച്ചാൽ ഞങ്ങളുടെ ബോസൊക്കെ ബിയർ കുപ്പിയായിട്ടൊക്കെയാണ് മീറ്റിംഗിൽ യെസ് ലെറ്റ്സ് ഡു ഇറ്റ്. അങ്ങനെ അവർ വളരെ ലൈഫാണ്. അതെ, അവരിങ്ങനെ പ്രഷറെല്ലാം കൂടെ എടുത്ത് തല വെച്ചിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അവർ ചില്ലായിട്ട് വർക്ക് ചെയ്യുന്നു. അവർ പ്രഷേഴ്സൊക്കെ ഉണ്ടാവും, പക്ഷേ എന്നാലും അത് നമുക്ക് ഈസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അത് വളരെ എൻജോയബിൾ ആയിരുന്നു. പ്രോബ്ലി എനിക്ക് തോന്നുന്നു ഈ 53 വയസ്സായി ഇപ്പോഴും ഞാൻ വിട്ട് മാറൂലായിരുന്നു. പക്ഷെ 11 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് മാക്സിമം പോകാൻ പറ്റുന്ന എല്ലാ ലെവലും എത്തി. ഞാൻ റീജിയൽ മാനേജർ വരെ എത്തി സൗത്തിൻ്റെ. അന്നേരമാണ് മൊബൈലിൻ്റെ ഒരു അതിപ്രസരത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ബോസ് സാംസങ്ങിലുണ്ടായിരുന്നു. സാംസങ്ങിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അങ്ങനെ നേരെ സാംസങ്ങിൻ്റെ റീജിയൽ മാനേജറായിട്ട് എത്ര നാൾ വർക്ക് ചെയ്തു? അവിടെ 3 years വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് ഒരു കച്ചവടക്കാരനുണ്ടാവുന്നത് അല്ലേ? എന്താ ഇതിന്റെ ടേൺ ഓവർ ഇങ്ങനെ കയറി പോവാണ്, നമ്മൾ കാണാൻ പറ്റാതെ. ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും TV-യും 8 വർഷമാണ്. ഞാൻ സോണി TV-യിൽ വർക്ക് ചെയ്തപ്പോൾ 8 years ആണ് ലൈഫ്. മൊബൈലിന്റെ ലൈഫ് 1 year ആണ്. ഇപ്പോൾ അത് 8 മാസമേ ഉള്ളൂ. 8 മാസം കഴിയുമ്പോൾ ആൾക്കാർ ഇത് മാറും. അതായത് നമ്മൾ ഈ 3 വർഷം കഴിയുമ്പോൾ 3 വർഷം കൊണ്ട് കണ്ടെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ബിസിനസ് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത കടയോ ഡിസ്ട്രിബ്യൂഷനോ ഇത് പറഞ്ഞ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു തോന്നൽ വന്നു. എന്നാൽ ആ പൈസ ഉണ്ടാക്കാനൊരു ഇതിൽ അതിൽ നിന്ന് റിസൈൻ ചെയ്ത് പഠിച്ച 3 വർഷം ശരിക്കും കുറേ പാഠങ്ങൾ അവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ സാംസങ്ങിൽ മൈക്രോ ലെവലിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് ബിസിനസ്സിൽ കൊണ്ടുവന്ന സക്സസ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. കംഫർട്ട് സോൺ വിട്ട് റിസ്ക് ഉള്ള ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. ഒരു സംരംഭകന്റെ കുപ്പായം എടുത്തണിഞ്ഞു. അതെ അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ഒരു MNCയിൽ ഇത്രയും വർഷങ്ങളിൽ പല MNCകളിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി ഒരു ഓൺട്രപ്രണർ ആയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് പേടി, സന്തോഷം, സങ്കടവും ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഒന്നാം തീയതി ആകുമ്പോഴത്തേന് ശമ്പളം കിട്ടും, ആരോടൊന്നും ചോദിക്കുന്നുണ്ട്. ഇതാകുമ്പോഴത്തേന് ഒന്നാം തീയതി ആകുമ്പോൾ നമ്മൾ ശമ്പളം ഉണ്ടാക്കണം. പിന്നെ എന്താ വെച്ചാൽ ഇനിഷ്യൽ ഫേസിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക, ഇതൊന്ന് സെറ്റപ്പ് ആക്കുക. 1-ാം തീയതി ആകുമ്പോൾ റെൻറ്റ് കൊടുക്കണം. നമ്മുടെ കൂടെ 5-8 കുട്ടികൾ അന്ന് കൂടി അവർക്കെല്ലാം സാലറി കൊടുക്കണം. ആദ്യമേ ഭയങ്കര ടെൻഷനായിരുന്നു. ആദ്യത്തെ ഒരു 5-6 മാസം ഹാൻഡ് ടു മൗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓർഡർ കിട്ടണം, ബിസിനസ് കിട്ടണം, എൻഡ് ടു എൻഡ് ബാങ്കുമായിട്ടുള്ള റിലേഷൻസ് ആവണം. പക്ഷേ ആഫ്റ്റർ എ ഇയർ ഇതൊരു നല്ല പ്രോസസ്സായി മാറി. ബിസിനസ് ആസ് ആൻ ഓണ്ടർപ്രണർ എന്നുള്ളത് നല്ലൊരു എൻറ്റിറ്റിയിലേക്ക് കയറാൻ പറ്റി. എത്ര ടേൺ ഓവറിലെത്തിച്ചു? ഞാനൊരു 7 വർഷമാണ് ഓണ്ടർപ്രണർ വർക്ക് ചെയ്ത് 1000 കോടി ടേൺ ഓവറോളം എത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ അകത്തുള്ള ബ്രാൻഡ്സ് എല്ലാം അങ്ങനെ വലിയ ബ്രാൻഡ്സ് ആയിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ജിയോണി, മോട്ടോറോള, ലിനോവോ, ആപ്പിൾ,
ബെൽക്കിൻ അങ്ങനത്തെ ബ്രാൻഡ്സിൻ്റെ ഡീലറായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. ഞാൻ കേരളത്തിൽ ഈ 4000 ഡീലേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇവർക്കുള്ള സപ്ലൈ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ മാത്രമാണോ ചെയ്തേ? കേരളത്തിൽ നിന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രോത്ത് കണ്ടിട്ട് ഹൈദരാബാദ് കിട്ടി, ബാംഗ്ലൂരും കിട്ടിയായിരുന്നു. എല്ലാ വലിയ മാർക്കറ്റും കിട്ടി. അതെ, 1000 കോടി ടേൺ ഓവറോളം എത്തിപ്പെടാൻ പറ്റി. എത്ര എംപ്ലോയീസ് ഉണ്ടായിരുന്നു? 114ഓളം എംപ്ലോയീസ് ഉണ്ട്. എന്തായിരുന്നു കമ്പനിയുടെ പേര്? സിംറ്റൽ ട്രേഡിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. 7 വർഷങ്ങൾക്ക് ശേഷം പക്ഷെ വലിയൊരു വലിയൊരു വഴിത്തിരിവ്. എന്തായിരുന്നു അത്? വഴിത്തിരിവ് ആത്മഹത്യക്കുള്ള വഴിത്തിരിവിലേക്ക് എത്തിച്ചു ബിസിനസ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച്. എന്താ വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ് പെട്ടെന്ന് അവരുടെ MD ചൂതുകളി കൂടെ കൊളാപ്സ് ആയി. നിങ്ങൾക്ക് ഇന്ന് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. അയാൾ ചൂതുകളി ചൈനക്കാരനായിരുന്നു MD. അവർ ചൂതുകളിയിൽ ആ കമ്പനി പോയി. ഞാൻ കൊടുക്കുന്നത് ക്രെഡിറ്റിലാണ്. ഈ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ അതിൻ്റെ സർവീസും അതിൻ്റെ ആഫ്റ്റർ സർവീസും ചോദിച്ചിട്ട് ആൾക്കാർ പലരും പേയ്മെൻറ്റ്സ് ഹോൾഡ് ചെയ്തു. അങ്ങനെ ഒരു 7 കോടി രൂപ ഡെറ്റായി. അത് പക്ഷെ 1000 കോടി ടേൺ ഓവറുള്ള ഒരാൾക്ക് 7 കോടി രൂപ കടം വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ചെറിയ പരിപാടിയിൽ നിന്നാണ് ഈ ഒരു വലിയ ലെവലിലേക്ക് എത്തിയത്. അങ്ങനെ 7 കോടി രൂപ എൻ്റെ വീട്ടിലേക്ക് എടുക്കാനുള്ളത്. നമ്മളെല്ലാം സിസ്റ്റം പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പല അസറ്റ്സ് ആയിട്ട് പലയിടത്തായിട്ട് ഉണ്ടെങ്കിലും റിയലൈസ് ചെയ്യുന്ന സമയത്ത്, ഇമർജൻസി വരുന്ന സമയത്ത് അത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഈ സിംറ്റലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് ഒരു 50 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. അതൊരു 12 കോടി വാല്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് എല്ലാം കൂടെ കൊളാപ്സ് ആകുമ്പോഴത്തേന് പിന്നെ വാല്യൂഷൻ ആയിരുന്നില്ല. അത് അവസാനം ഞങ്ങൾ 3 കോടി രൂപയ്ക്ക് വിറ്റു, ഒഴിവാക്കി. ഈ 7 കോടി നെറ്റ് ലോസാണ് വന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ലോസസ് വേറെയും കുറേ പൈസ സംഭവിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടും 7 കോടി രൂപ പിന്നെ ബാധ്യത വന്നു. എന്തായിരുന്നു അപ്പോഴത്തെ അവസ്ഥ? അന്നേരം ആത്മഹത്യ അല്ലാതെ വേറെ ഓരോ ഓപ്ഷൻ ഇല്ലെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇതിങ്ങനെ ആത്മഹത്യ തന്നെ. എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മോളുണ്ട്, അവളെ കാണാൻ രസമാണ്, ഭാര്യയുണ്ട്, പിന്നെ അച്ഛനും അമ്മയായിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഗൾഫിൽ തന്നെ പോകാത്തത്. എൻ്റെ ഫ്രണ്ട്സിലൊരു 40-45% ആൾക്കാരും ഗൾഫിലാണ് പഠിച്ചിരുന്നതിൽ. പോകാതിരിക്കണേ അച്ഛനും അമ്മയും വിട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ട്. അന്ന് ഗൾഫിൽ പോയാൽ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റുന്നത്. ഇന്നത്തെ പോലെ ഫ്രീക്വൻസി ഓഫ് ഫ്ലൈറ്റ്സ് ഇല്ല. അന്നേരം അവരോടുള്ള ഇമോഷണൽ കണക്ട് കൊണ്ട് നിന്ന് പോയതാണ്. അതിനെ വെച്ച് ഇവരെ വിട്ടിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇത്ര നാൾ പഠിച്ച കാര്യങ്ങളൊന്ന് റീഫോം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള. പിന്നെ ഭാര്യ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഭാര്യ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈ യാത്രയിൽ പലപ്പോഴും അവർ പറയും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ നമ്മളെ ഹീറോ ആയിരുന്നല്ലോ, സീറോയിൽ നിന്ന് ഹീറോ ആയതുകൊണ്ട് നമുക്കെല്ലാം സക്സസ് വരും എന്നുള്ളതായിരുന്നു ഓവർ കാൽക്കുലേഷൻസ്. അതിൽ ചെറിയൊരു പാളിച്ച നമ്മൾ അപ്പുറത്തെ ഒരു കാഴ്ച കണ്ടില്ല. ഈ കമ്പനി പൊട്ടി പോകുന്നുള്ളത് ഒരിക്കലും കണ്ടില്ല. നമുക്ക് എന്തെങ്കിലും പറ്റി, നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയാലാണ് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ അതിന്റെ ഓണർ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോയേക്കുന്ന ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കമ്പനി ഓണറുടെ ആ ഒരു പ്രശ്നം കൊണ്ട് ഈ ഷൈൻചേട്ടന്റെ സെയിം അവസ്ഥയിലൂടെ കടന്നു പോയേക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ ലോകം മുഴുവൻ? ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ കൺസൾട്ടൻസിയിൽ നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് പേര് ആ ഫേസിൽ പോകുന്നുണ്ട്. അത് നമുക്ക് അവരെ കറക്റ്റ് ചെയ്ത് കൈപിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു സംരംഭമാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ റവന്യൂവിനെക്കാട്ടിൽ നമ്മൾ അവർക്ക് ഒരുപാട് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സാധനം ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം കൂടുതലും ടൈം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാധനവും ചെയ്യാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ്. ഈ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് എങ്ങനെ തിരിച്ചെത്തി? ഇതെന്താ വെച്ചാൽ അന്നേരം ഞാൻ മൈൻഡ് പവറിൻ്റെ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. മൈൻഡ് പവർ ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എനിക്കറിയെങ്കിലും അവിടെയാണ് അത് റിയലായിട്ട് മനസ്സിലായത്. എന്താ വെച്ചാൽ ഞാൻ കാറ് വേണമെന്ന് ആഗ്രഹിച്ച് ഒരു സ്വിച്ചിക്ക് ഞങ്ങൾ സാൻഡ്രോ യൂസ് ചെയ്തിട്ടുണ്ട്. സാൻഡ്രോ വെഹിക്കിളായിരുന്നു. അതിനൊരു കഥയുണ്ട്. ഞാൻ ബൈക്കിലാണ് സെയിൽസിൽ പോയിക്കൊണ്ടിരുന്നത് കമ്പനികളിൽ വർക്ക് ചെയ്യുമ്പോൾ. ബൈക്കിൽ പോകുമ്പോൾ തന്നെ എൻ്റെ വീട് കാറ് കയറില്ല. ട്രിവാൻഡ്രത്തെ വീട്ടിൽ 3-4 വീട് ഗ്യാപ്പുണ്ട്. അന്നേരം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 2 കൈയും ഒരയും എത്രയോ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും. അന്നേരം പക്ഷേ ഞാൻ എല്ലാ ദിവസവും എൻ്റെ കാറ് വാഷ് ചെയ്യും. എന്താ വെച്ചാൽ നമ്മൾ എക്സിക്യൂട്ടീവായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങളെയാണ് സെല്ല് ചെയ്യുന്നത്, എന്നിട്ടാണ് പിന്നെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വളരെ ഇതായിരുന്നു. അത് ക്ലീൻ ചെയ്യുമ്പോൾ അടുത്തുള്ള ആൾക്കാർ ചിരിക്കും. ഇവരെന്ത് രാവിലെ IAS ഓഫീസാണ് ഇന്ന് ക്ലീൻ ചെയ്തിട്ട്. അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കൊരു കാറ് വാങ്ങിക്കുമ്പോൾ നല്ലൊരു കാറ് വേണം, വീട് വെക്കുമ്പോൾ നല്ല സ്പേസ് ഉള്ള വീട്. എന്നാൽ ഇപ്പോഴത്തെ വീട് വെച്ചിരിക്കുന്ന ഒരു 30 കാർ വാങ്ങിച്ചിടാൻ പറ്റും. 30 കാർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ പറ്റും. അന്നേരം അന്ന് പഠിച്ച സാധനമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് വർക്ക് ചെയ്യുന്നുള്ളത്. വെച്ചാൽ നിങ്ങളുടെ ചിന്തകൾ സ്ട്രോങ് ആണെങ്കിൽ അതിൽ റൂളും ഉണ്ട്. FTB എന്ന റൂള്, ഫീലിങ്സ് തോട്ട് ബിലീഫ് ആക്ഷൻ. നിങ്ങളുടെ ഫീലിങ്സ് സ്ട്രോങ് ആണ്, തോട്ട് കറക്റ്റാണ്, ബിലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയും പിന്നെ അതിന് കാൽക്കുലേഷൻസ് ഉണ്ടാക്കി.
ഒരു മാസം എത്ര രൂപ വരണം, ഞാൻ ഒരു മണിക്കൂർ എങ്ങനെ വർക്ക് ചെയ്താൽ എനിക്ക് അതിനുള്ള റവന്യൂ കിട്ടും. അത് മനസ്സിലായി. എൻ്റെ 15 വർഷത്തെ സെയിൽസ് എക്സ്പീരിയൻസും പിന്നെ ഈ ഓണ്ടർപ്രണിയർ 7 വർഷം ചെയ്തു, അന്നേരം 22 വർഷത്തെ എക്സ്പീരിയൻസ് ആയല്ലോ. ആ എക്സ്പീരിയൻസിനെ ഞാൻ സെയിൽ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലെത്തി. അങ്ങനെയാണ് മൈജിയുടെ ഓണർ AK ഷാജി ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത്. ഷൈനി ഞാൻ ചോദിക്കട്ടെ, ഈ 1000 കോടി ടേൺ ഓവർ നിൽക്കുമ്പോൾ നമ്മളെല്ലാ ജീവിത സാഹചര്യവും മാറും. നമ്മുടെ ഡ്രസ്സിൽ മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറും, ഈവൻ നമ്മളുടെ പർച്ചേസ് എന്ന് പറയുന്ന സാധനത്തിൽ മാറും, നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസിൽ മാറും. ഇവിടെ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റിൽ എന്തൊക്കെ ലൈഫിൽ നിന്ന് പോയിരുന്നു? എല്ലാം പോയി, എല്ലാം സീറോയി. അന്ന് ശനിയാഴ്ചകളിൽ ഫ്രണ്ട്സ് വിളിക്കും, നമുക്ക് ടാജി പോയിട്ട് ഫുഡ് കഴിക്കണ്ടേ, ടാജി പോയിട്ട് പാർട്ടി നടത്തണ്ടേ, പിന്നെ പാർട്ടിക്കും ആളില്ല, ഫുഡിനും ആളില്ലാത്ത അവസ്ഥയായി, ഏകനായി. പിന്നെ ഫാമിലിയെ ഫേസ് ചെയ്യാൻ അതിലും വേണം വെച്ചാൽ നമ്മൾ ഫാമിലിയിൽ പോകാൻ കണ്ടോ, കാർ വാങ്ങിച്ചിരിക്കണ്ടോ, വീട് വെച്ചിരിക്കണ്ടോ, ഇതെല്ലാവരും അത് ബെൻസിന്റെ ML250 സാൻഡ്രോയിൽ ബെൻസാണ്. അതിന്റെ കഥ ഇങ്ങനെയാണ്. ഞാൻ സാൻഡ്രോയിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയ സമയത്ത് എൻ്റെ കൊളീഗ് പറഞ്ഞു, നമുക്ക് ഇത്രയും ബിസിനസ് ആയല്ലോ, ഒരുവിധം അവരെ 30 കോടി രൂപ മന്ത്ലി ടേൺ ഓവർ ഉണ്ട്, അന്നേരം നമുക്കൊരു വണ്ടിയൊക്കെ വാങ്ങിക്കേണ്ടേ. അന്നേരം ചുമ്മാ ഡെമോ കാണാൻ പോയതാണ്. മരടിലുള്ള രാജശ്രീ മോട്ടോഴ്സിൽ ഡെമോ കാണാൻ പോയി. ഡെമോ കണ്ടപ്പോഴത്തേന് ഞാൻ സാൻഡ്രോയിലാണല്ലോ പോയിരിക്കുന്നത്. സെയിൽസ്മാൻ എന്നോട് ഇങ്ങനെ ഡെമോ പ്രോഡക്ട്സ് ആർ വിച്ച് പ്രോഡക്റ്റ് യു ആർ ലുക്കിംഗ് അറ്റ്, ഞാൻ പറഞ്ഞു ML250. അന്നേരം അയാൾ കാണുന്നുണ്ടല്ലോ ഞാൻ വന്നത് സാൻഡ്രോയിലാണ്. അന്നേരം അയാൾ ചോദിച്ചു വിച്ച് കാർ യു ആർ യൂസിങ്, ഞാൻ പറഞ്ഞു സാൻഡ്രോ. അവൻ്റെ മുഖത്തൊരു മന്ദഹാസം, എടാ 2.5 ലക്ഷത്തിൻ്റെ കാർ വാങ്ങിച്ചിട്ട് നീ 80 ലക്ഷത്തിൻ്റെ കാറാണ് ഡെമോ കാണുന്നതെന്ന്. പക്ഷെ ആ ചിരി എന്നെ ഉള്ളിൽ തോന്നി, ഇത് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ. അന്നേരം തൊട്ട് കാൽക്കുലേഷൻ തൊട്ട് 80 lakhs. സോ ഇഫ് ഐ വാണ്ട് ടു പേ 80 lakh rupees മന്ത്ലി അറൗണ്ട് 55,000-60,000 rupees അടയ്ക്കണം. ഡിവൈഡ് ബൈ 30 days, 2000 കൊണ്ടിടണം. ഡിവൈഡ് ബൈ 10 hours. എനിക്ക് 200 രൂപ ഒരു മണിക്കൂർ ഞാൻ ഉണ്ടാക്കിയാൽ എനിക്ക് കാർ വാങ്ങിക്കാൻ പറ്റും. 1 monthൻ്റെ ഞാൻ കാർ വാങ്ങിച്ചു. അന്നേരം ഈ കാൽക്കുലേഷൻസ് അന്നോട്ട് തുടങ്ങിയാണ്. വീട് വെക്കുന്നു അങ്ങനെയാണ്, വീട് വാങ്ങിച്ചതും അങ്ങനെയാണ്. ആ കാൽക്കുലേഷൻ ഒന്നോടെ പറഞ്ഞ് 82 ലക്ഷം രൂപ വേണം വണ്ടി മേടിക്കാനായിട്ട്. അതെ, അതിനകത്ത് ഫസ്റ്റ് EMI കഴിയുമ്പോൾ നമുക്ക് ആ മന്ത്ലി 62,000 രൂപയോളം അടയ്ക്കേണ്ടി വരും. 30 days ആണ് നമ്മൾ വർക്ക് ചെയ്യണത്. 25 days ആണ് വർക്ക് ചെയ്യണത്. ബട്ട് ഐ ഹാവ് പുട്ട് 30 days വർക്കിംഗ്. അന്നേരം ഒരു ദിവസം ഞാൻ 2000 രൂപ ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്താൽ 2000 രൂപ ഉണ്ടാക്കാൻ പറ്റും? ഞാൻ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു മണിക്കൂറിൽ 200 രൂപ നേടുന്ന സ്കില്ല് ഞാൻ ഉണ്ടാക്കണം. അത് എന്തെങ്കിലും സാധനം പറ്റി ഞാൻ 200 ഉണ്ടാക്കും. എന്നാലും അതിൻ്റെ കാറിൻ്റെ EMI അടയ്ക്കാനുള്ള ഓപ്പൺ. അതിപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഓരോ എംപ്ലോയീസിനെ അവരുടെ എല്ലാത്തിനും റൂൾസ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ ആ റൂൾസ് പഠിപ്പിക്കാത്തതുകൊണ്ട് ആക്ച്വലി അതിൻ്റെ അകത്ത് വെച്ചാൽ ഫിനാൻഷ്യൽ റൂൾസ് ഉണ്ട്. 50-30-20 എന്ന് പറഞ്ഞ റൂളുണ്ട്. 50% യുവർ നീഡ്സ്, അതായത് നിങ്ങൾ EMIs, നിങ്ങളുടെ വീട്ടിൽ അരി മേടിച്ചതും പച്ചക്കറി മേടിച്ചതും കഴിക്കണം 50%. 30% ഈസ് യുവർ വാണ്ട്സ്. നിങ്ങൾക്ക് നല്ല ബെൽറ്റ്, നല്ല ഷർട്ട്, നല്ല വണ്ടി, അതാണ് 30% വാണ്ട്സ്. 20% സേവിങ്സ് ആയിരിക്കണം. മനസ്സിലായി? അന്നേരം നിങ്ങൾ ചോദിക്കും, ഷൈൻ എനിക്ക് കിട്ടുന്ന 20,000 ആണ്, അത് മുഴുവൻ ചിലവിൽ പോകണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി 40,000 rupees. അന്നേരമാണ് നമ്മൾ പറഞ്ഞത് യുവർ സ്കിൽ ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ഓർ ഇംപ്രൂവ്ഡ്. ആ 40,000 കിട്ടാനായിട്ട് അത് പല രീതിയിൽ നമ്മുടെ സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ മെയിനായിട്ട് ഇവരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇവർക്ക് വേണ്ട ഈ ഡിസയേഴ്സ് കണ്ടെത്തിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ തോറ്റു നിൽക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് മൈജിയിൽ നിന്നൊരു കോള് വരുന്നതല്ലേ? കറക്റ്റ്. എങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു റിലേഷൻ എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ട്? ഞാൻ സാംസങ്ങിലെ റീജിയണൽ മാനേജർ ആയിരുന്നുകൊണ്ട് പുള്ളി എല്ലാ മാസവും ഞങ്ങളൊരു 1-to-1 മീറ്റിംഗ് ഉണ്ട്. ഇവിടുത്തെ അന്നത്തെ കാലത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡീലർ എന്നുള്ള രീതിയിൽ എവരി മന്ത് റിവ്യൂസ് ഉണ്ട്. എവരി മന്ത് ആസ് എ റീജിയണൽ മാനേജർ ഞങ്ങൾ ടോപ്പ് 10 ഡീലേഴ്സുമായിട്ട് ഡിന്നർ കഴിക്കുക, അല്ലെങ്കിൽ റിവ്യൂസ് ഉണ്ടാവും. അതിൽ 1-to-1 റിലേഷൻ ഉള്ളതുകൊണ്ട് പുള്ളിയായിട്ട് ഒരുപാട് ആശയങ്ങൾ വിനിമയം ചെയ്യുന്നത്. അതായത് ഇതൊരു ഗ്രോയിങ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് പുള്ളിക്കും ഭയങ്കര ആസ്പിറേഷൻ ഉള്ളതാണ്. ഈ ബിസിനസ് ഇങ്ങനെ താഴെ പോയ സമയത്തും എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ അത് റിയലൈസ് ചെയ്ത് ആഫ്റ്റർ 2-3 months ആണ്. വെച്ചാൽ EMIs അടയ്ക്കാൻ പറ്റുന്നില്ല, ഇത് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഇതെല്ലാം വിട്ടിട്ട് ഡെറ്റ് ആണെന്ന് മനസ്സിലായി. ഡെറ്റ് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പലരും ഇത് റിയലൈസ് ചെയ്യില്ല. ഇത് അന്നേരം ഹോപ്പിൽ വിചാരിക്കണം, നാളെ അത് കിട്ടുമ്പോൾ റെഡിയാവും, ഇത് കിട്ടുമ്പോൾ ഒരിക്കലും റെഡിയാവില്ല. അന്നേരം തന്നെ ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ ആ 3 months കൂടെ സേവ് ചെയ്യായിരുന്നു. അന്നേരം ഡെറ്റ് ആവുന്ന ആൾക്കാരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ അനലൈസ് ചെയ്യുക, അന്നേരം തന്നെ സ്റ്റോപ്പ് എടുക്കുക, ദെൻ ഗോ ഫോർവേഡ്. ഈ മൈജിയായിട്ടുള്ള റിലേഷനിൽ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ കുറേ കാമ്പുണ്ട്. അതെ, അതുണ്ട്. എന്നിട്ട് അത് പുള്ളിക്കൊരു വിൻ-വിൻ സിനാരിയോയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അതിലും ഈ ഓണ്ടർപ്രണർ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് 2013 വരെ സാംസങ്, 2013 തൊട്ട് 2018 വരെ സിംപിൾ ട്രേഡിംഗ് കോർപ്പറേഷൻ ആസ് മാനേജിങ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ദെൻ മൈജിയിൽ 2019 അവർക്ക് അന്ന് 33 സ്റ്റോറും
34 കോടി രൂപ ടേൺ ഓവറുമായിരുന്നുള്ളത്. അതിൽ ഞങ്ങൾ കാലിക്കറ്റ് റീജിയനിലായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രസൻസ് ഉണ്ടായിരുന്നത്. അത് 3G ആയിരുന്നു. 3G എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ അന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ആണ് എനിക്ക് ഒരു എൻട്രി കിട്ടുന്നത്. അന്നേരം ആ ട്രാൻസ്ഫോർമേഷനിൽ ഈ സാംസങ്ങിൻ്റെ ഗ്രോത്ത് 3 വർഷം കണ്ടാണ്. അതായത് സ്മാർട്ട് ഫോൺ എൻട്രി, പിന്നെ അതിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള മൈക്രോ ലെവൽ ഡീറ്റെയിൽസ് പഠിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ഇംപ്ലിമെൻറ്റേഷനും നമുക്ക് ഈ ഷോറൂമുകളിൽ നമുക്ക് ഇടാൻ പറ്റും. ഞങ്ങളുടെ എല്ലാ ഷോറൂമും പ്രോഫിറ്റബിൾ ആയിരുന്നു. ഞങ്ങളത് പോപ്പുലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ലൊക്കേഷനിൽ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ളതിനൊരു കാൽക്കുലേഷൻ ഇട്ടിട്ട് ഞാൻ എക്സിറ്റ് അടിക്കുമ്പോൾ 100ഓളം ഷോറൂമിൻ്റെ പ്ലാൻ 3 വർഷം കൊണ്ട് തീർക്കുന്നത്. 3 വർഷം കൊണ്ടാണ് ഞങ്ങൾ 100 സ്റ്റോഴ്സ് എന്നുള്ള പ്ലാൻ. പെരിന്തൽമണ്ണയിലാണ് 101ാമത്തെ സ്റ്റോർ ഇട്ടിട്ട് ആ യാത്ര അവസാനിപ്പിച്ചു. 3 വർഷം കൊണ്ട് 33 ഷോപ്പ് ഉണ്ടായിരുന്ന ഒരു കമ്പനീനെ 100 ഷോപ്പിലേക്ക് എത്തിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ സ്ട്രാറ്റജിയും പ്ലാൻ ചെയ്തു. അതെ അതെ അതെ. അവിടുത്തെ സിസ്റ്റംസ്, പ്രോസസ്, ടീം ബിൽഡിംഗ് ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള. പിന്നെ സ്ട്രാറ്റജി, ഇത് മൂന്നുമാണ് ഒരു ഓർഗനൈസേഷന് വേണ്ടത്. ടീം ബിൽഡിംഗ്, സിസ്റ്റംസ് ആൻഡ് പ്രോസസ്, സ്ട്രാറ്റജി, ഇത് മൂന്നും സെറ്റ് ചെയ്തിട്ട് വലിയൊരു ഓർഗനൈസേഷനെ പറ്റി. ആ ഓർഗനൈസേഷൻ ഇന്നൊരു 5000 കോടി രൂപ ടേൺ ഓവറിലേക്ക് എത്തി നിൽപ്പുണ്ട്. പ്രൗഡ്ലിയാണ് നിൽക്കുന്നത്. അതെ, വലിയൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. നമുക്ക് ആ യാത്രയിൽ ഒരു ഭാഗമാകാൻ പറ്റുകയും അതിൽ എൻഡ് ആയിരുന്നു. അതായത് ടീമിൻ്റെ കൂടെയും അല്ലെങ്കിൽ മാനേജിങ് പാർട്ട്ണറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് എല്ലാ സ്പേസിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? അപ്പൊ മനസ്സിലായി. അന്നേരം ഈ യാത്രയിൽ മനസ്സിലായി നമ്മുടെ ഈ സ്കില്ലെല്ലാം കൂടെ ഓണ്ടർപ്രണർഷിപ്പിൽ പഠിച്ചു. നമ്മൾ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തു. ഇതിൻ്റെ ഒരു മിക്സ്, ഒരു കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വന്നു. അത് വിചാരിച്ച് ഈ പഠിച്ച കാര്യങ്ങളും ഈ വീണ കാര്യങ്ങളും ഒരു വിൻ സിനാരിയോയിൽ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിൽ SME MSME ഇതിലുള്ള ഒരുപാട് പേരുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഒരു മെൻറ്റർഷിപ്പ് ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കലാപരിപാടി ഇല്ല. ഒരുപാട് പേര് ട്രെയിനേഴ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അതെല്ലാം ബുക്ക് എക്സ്പീരിയൻസ് ആണ്. ബുക്കിൻ്റെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. റിയൽ വീണൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടന്ന ആൾക്കാർ വളരെ ചുരുക്കമായിട്ടാണ് ഞാൻ കണ്ടത്. നമ്മളാണെങ്കിൽ 7 കോടി രൂപ മുടക്കിയാണല്ലോ ഓൺട്രപ്രണർഷിപ്പ് MBA ചെയ്തിരിക്കുന്നത്. അതെ, 7 കോടി രൂപ കൊടുത്ത് പഠിച്ചൊരു MBA ആണ്. ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നു, അപ്പത്തെ അവസ്ഥയല്ലേ? അതെ, അന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അന്നേരം ഛർദ്ദിക്കും. എന്താ വെച്ചാൽ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ നേരം വേണം. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ അങ്ങനെ 1 മാസത്തോളം അങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റാറില്ല. നമുക്ക് കിടക്കുമ്പോൾ ഒരു ആദ്യമാണ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഹീറോ ആയിരുന്നല്ലോ, അതിൽ നിന്ന് സീറോ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മോളുടെയും ഭാര്യയുടെയൊക്കെ എടുത്ത് അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. അതെ, പക്ഷേ എന്താ വെച്ചാൽ ഈ മൈൻഡ് പവർ ട്രെയിനിങ്ങിൽ എനിക്ക് ഒരുപാട് സമാധാനം കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ കാമായിട്ടിരുന്നിട്ട് നമ്മളെ കാര്യങ്ങൾക്കൊരു നല്ല ഐഡിയോളജി കൊടുത്താൽ നമുക്കത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും. അപ്പോൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. 432 ഹേർട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെ അത് നമുക്ക് നമ്മുടെ മെഡിറ്റേഷൻ്റെ അത് കൊണ്ടുവരണം. അന്നേരം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വെച്ചാൽ ഒരു ബഹളം ഉണ്ടാക്കണം. നിങ്ങൾ എത്ര കടമുള്ള ആളാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഗിവ് മി എ റിംഗ്, എനിക്ക് ടൈം ഫ്രെയിം വെച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് ആയാലും നിങ്ങളുടെ സ്വന്തം കടത്തിലുള്ള ആൾക്കാരെയും നമുക്കതിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണ ഒരു മനസ്സ് ഇത് ഉണ്ടെങ്കിൽ 100% തിരിച്ചു വരാൻ പറ്റും. ആത്മഹത്യ ഒന്നിനൊരു സൊല്യൂഷൻ അല്ല, പക്ഷേ തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ വെച്ചാൽ എൻ്റെ അറിവിലില്ല. പക്ഷേ നമുക്ക് ആസ് എൻ ഓർഗനൈസേഷൻ ഇതാണ് എൻ്റെ ഡ്രീം. ആർക്കെങ്കിലും അബദ്ധവശാൽ താഴെ വീണാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ ആക്കണം എന്നുള്ളതാണ് കൺസൾട്ടിക്കോയുടെ ഒരു കൺസൾട്ടിക്കോ. അതാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. അതെ, കൺസൾട്ടേഷൻ ടേക്ക് ഓഫ്. അതെ, ഇപ്പൊ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പൊ 4 വർഷമായി. 4 വർഷമായി. മൈജി ആയിരുന്നു നമ്മുടെ ഏറ്റവും സക്സസ്ഫുൾ മോഡൽ. അതിനുശേഷം എത്ര ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്തു? പിന്നെ നന്ദിലത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. വൈറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഓക്സിജൻ്റെ കൺസൾട്ടൻ്റാണ്, മെയിൻ കൺസൾട്ടൻ്റാണ്. പിന്നെയുള്ളത് ചെറിയ ചെറിയ കുറേ ഓർഗനൈസേഷൻസായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്, ബൊട്ടീക്സ് ഉണ്ട്, സ്പാ ഉണ്ട്. പലരും ചോദിക്കും സ്പായിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം. സ്പായ്ക്കൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അതിലൊക്കെ ഗ്രോസ് മാർജിൻസ് വളരെ ഹൈ ആണ്. അന്നേരം ആ ഗ്രോസ് മാർജിൻസ് ഹൈ ആയതുകൊണ്ട് ഈ ഓണ്ടർപ്രസിന് ഒരുപാട് എക്സ്പാൻഷനൊക്കെ പലർക്കും ചലഞ്ചിങ് ആണ്. പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് ഞങ്ങൾ ഈ 100 സ്റ്റോഴ്സ് സ്റ്റിപ്പുലേറ്റഡ് ടൈം 3 വർഷം കൊണ്ട് ചെയ്തെടുത്തുകൊണ്ട് ഈ യാത്രയിൽ ഇതൊക്കെ നമുക്ക് പലയിടത്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ അവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യണ നമുക്കൊരു 30ഓളം സ്റ്റോർ അടുത്തൊരു 3 ഇയേഴ്സിൽ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്പായും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഇതെല്ലാം സിസ്റ്റം പ്രോസസ്സാണ്. നമ്മൾ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സിസ്റ്റം പ്രോസസ്സ് വർക്ക് ചെയ്താൽ മതി. നമ്മൾ പേഴ്സണലി ഇരുന്ന് വർക്ക് ചെയ്യണത്. അതാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസൾട്ടൻസിയിൽ ചെയ്യുന്നത്. ഇതിനകത്ത് എപ്പോഴും ഒരു സിസ്റ്റമാണ്, സ്ട്രാറ്റജിയാണ്. ഒരു ഓൺട്രപ്രണർ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമായിട്ട് ഇപ്പം
ഷൈൻചേട്ടൻ്റെ അടുത്തേക്ക് വന്നാൽ അവർക്ക് എന്താണ് നമ്മൾ ബേസിക്കലി ചെയ്തു കൊടുക്കുന്ന ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ? ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഓർഗനൈസേഷന് 7 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ആക്കാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നാളെ എല്ലായിടത്തും ആളാവണമെന്നില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റ്സിൻ്റെ അത് സെയിൽസ് ഫസ്റ്റ് കൊണ്ടുവരണം. എന്ന് വെച്ചാൽ സെയിൽസ് ആണ് റവന്യൂ മോഡ്, ബാക്കിയെല്ലാം കോസ്റ്റ് സെൻറ്റേഴ്സ് ആണ്. അന്നേരം 7 ഡിപ്പാർട്ട്മെന്റ്സിൽ ഫസ്റ്റ് ഈ സെയിൽസ്, കാശ് കൊണ്ടുപോകാൻ സെയിൽസ് മാത്രമാണ്, ബാക്കിയെല്ലാം കാശ് കളയുന്ന ആൾക്കാരാണ്. അന്നേരം അവരെ ആരാണെന്നുള്ളതും അത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും ആദ്യമേ സെറ്റ് ചെയ്യണം. സെയിൽസ് സെറ്റ് ചെയ്യുക, ദെൻ മാർക്കറ്റിംഗ്. പലരും എന്താ വെച്ചാൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് പോലെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സെയിൽസ് വേണമെങ്കിൽ മാർക്കറ്റിംഗ് വേണം, അല്ല മാർക്കറ്റിംഗ് ഇല്ല പറ്റില്ല. ദർ ഷുഡ് ബി 2 ഡിപ്പാർട്ട്മെന്റ്സ് അറ്റ്ലീസ്റ്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ദെൻ സെയിൽസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, അക്കൗണ്ട്സ്, R&D, HR, ദെൻ മാനേജ്മെന്റ്. ഈ ഓണർപ്രണറിനെ ഇരുത്തുന്ന സ്ഥലത്താണ്. ഇതിനെല്ലാത്തിനും ഓരോ ഡെഫിനിഷൻസ് ഉണ്ട്. സെയിൽസ് ഈസ് ഫോർ റവന്യൂ ജനറേഷൻ, മാർക്കറ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ ലീഡ് ജനറേഷൻ, HR എന്തിനാണെന്ന് വെച്ചാൽ ഹയറിംഗ്, ഫയറിംഗ് ആൻഡ് റിട്ടൻഷൻ. ഹയറിംഗ് മാത്രം പോരാ, അവരാണ് ഫയറിംഗിൻ്റെ അകത്തും ചെയ്യേണ്ടത്. പിന്നെ റിട്ടൻഷൻ പ്രോഗ്രാംസ് അവർക്കുണ്ടാണ്. ഓപ്പറേഷൻസ് വാല്യൂ അഡീഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് അവിടെയാണ് വരുന്നത്. പിന്നെ അക്കൗണ്ട്സ് എപ്പോഴും ആക്യുറസിയും ഈ GST പോലെയുള്ള കംപ്ലയൻസൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. മാനേജ്മെന്റിൻ്റെ അകത്താണ് നമ്മൾ പറഞ്ഞത് സ്ട്രാറ്റജി, പീപ്പിൾ മാനേജ്മെന്റ്, ദെൻ ഓബിയസ്ലി ഫങ്ഷണൽ മാനേജ്മെന്റ്. ഈ ഇത്രയും ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് മാനേജ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇവർക്ക് ഡേറ്റ ഡ്രിവൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പഠിക്കും. അതായത് സെയിൽസിൻ്റെ അകത്ത് അതിന് പറയുന്ന പാറ്റേൺസ് എന്നാണ്. എല്ലാ സെയിൽസിനും ഒരു താളം ഉണ്ടാവും. മീൻ കച്ചവടമായാലും ഇറച്ചി കച്ചവടമായാലും മൊബൈൽ കച്ചവടമായാലും ദർ വിൽ ബി എ പാറ്റേൺ. എന്നിട്ട് ആ താളം പഠിക്കും. ആ താളത്തിൻ്റെ അകത്ത് 2 രീതിയിലാണ് അല്ലെങ്കിൽ 3 രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഒന്ന് സീസണാലിറ്റി വരുമ്പോൾ മാറും, 2 ഇമോഷൻസ് വരുമ്പോൾ മാറും. അതായത് നിങ്ങൾ ഹാപ്പിനെസ് ഇല്ലാതെയാണ് അവിടെ സെയിൽസ് ചെയ്യുന്നത്, അത് എപ്പോഴും സെയിൽസിനെ എഫക്റ്റ് ചെയ്യും. 3ാമത്തെ കാര്യം കോമ്പറ്റീഷൻ. അതായത് ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിൽസ് പൊട്ടുന്നുണ്ടോയെന്ന് പറയും, പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇത് ബ്രേക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയി. ഇത് എന്നിട്ട് പിന്നെ ഇൻഫ്ലുവൻസ് എന്ന് പറയും. ആക്ടിവിറ്റീസ്, ഡിസ്കൗണ്ട്സ്, റിവാർഡ്സ്, റെക്കഗ്നേഷൻസ്, ഇത് വരുമ്പോൾ ഇൻഫ്ലുവൻസസ് ആയി. അതായത് ഈ പാറ്റേൺസ് മേളിലോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഞങ്ങൾ ഈ ഡേറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം, മനസ്സിലാക്കും. കറക്റ്റ് ഡേറ്റാസും ഇൻഫ്ലുവൻസും വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ്. ഇത് കേരളത്തിൽ എനിക്ക് ഇന്ത്യയിൽ പോലും ആരും ഡേറ്റ ഡ്രിവൺ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഉണ്ടാവും, മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ SME ആൻഡ് MSME ആരും വർക്ക് ചെയ്യില്ല. ഇതിലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇഫ് സംബഡി പേസ് മീ, ആരെങ്കിലും പൈസ തന്നിട്ട് നമുക്ക് കൺസൾട്ടൻസി എടുത്താൽ റിസൾട്ട് ഇല്ലെങ്കിൽ വി ആർ റെഡി ടു ഗിവ് ബാക്ക് ദി മണി. അത് ഞങ്ങൾ ഗ്യാരണ്ടി എന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ഡേറ്റ ഡ്രിവൺ ആണ് വർക്ക് ചെയ്യുന്നത്. ഡേറ്റ ഡ്രിവണിൻ്റെ അകത്തുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ മിസ്റ്റേക്സ് റീഡിങ്ങിലേ തെറ്റ് വരുള്ളൂ. അന്നേരം നമ്മൾ റീഡ് ചെയ്യുമ്പം വി ടേക്ക് ദി സപ്പോർട്ട് ഓഫ് ദി ഓണ്ടർപ്രണേഴ്സ്. നമ്മൾ ഇങ്ങനെയാണ് റീഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ റീഡിങ് കിട്ടുന്നുണ്ടോ എന്നുള്ള പഠിപ്പിച്ചു കൊടുക്കും. അത് ഡിസിഷൻ മേക്കിംഗ് ബൈ ഡിസ്കഷനാണ്. അതായത് തെറ്റ് വരാനുള്ള പ്രോബിലിറ്റി 0 ആണ്. ഒരു ഇപ്പം ലൈഫിൽ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിലെ ഏറ്റവും തോൽവികളിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നെഗറ്റീവിൽ നിന്ന് ഹീറോ ആവുകയും അവിടെ നിന്ന് വീണ്ടും 0 ആയി, ഇപ്പം വീണ്ടും ഹീറോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കച്ചവടക്കാർ, ഇപ്പോൾ മലയാളീസ് ആയിക്കോട്ടെ, നമ്മൾ മലയാളീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സെഗ്മെന്റ് അതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികളായ സംരംഭകർക്ക് പിഴവ് പറ്റുന്നത് എവിടെയാണ്? ബേസിക്കലി ഞാൻ കണ്ട വെച്ചാൽ എല്ലാവരും ഇൻഡ്യൂഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു തോന്നലാണ്, ഇതിൻ്റെ പ്രൈസ് അങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും, ഒന്നും കാൽക്കുലേഷൻസിനില്ല. പിന്നെ ഡേറ്റ ഡ്രിവൺ അല്ല ആരും വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ഓക്കെ, നമുക്ക് ഓണം വരുന്നുണ്ട്, ഒരു ആഡ് കൊടുക്കാം. പക്ഷേ ഈ ആഡിൻ്റെ അകത്ത് എത്ര സെയിൽ വേണം, എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ പറ്റും, ഒന്നിനും മെഷർമെൻ്റ് ഇല്ല. നമുക്ക് എന്ത് വർക്കിന് പോയാലും നമ്മൾ മെഷർ ചെയ്യാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡ്യൂഷൻസ് ഒഴിവാക്കിയിട്ട് ഡേറ്റ ഡ്രിവൺ ആയിട്ട് വർക്ക് ചെയ്താൽ റിസൾട്ട്സ് ആർ 100% മെഷറബിൾ. അന്നേരം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് അതാണ്. അതിനിപ്പോൾ പലരും പറയും, പലരും കണക്കില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല ഇൻഡസ്ട്രിയിലും. അന്നേരം അവരൊരു 3 മാസം സമയം തന്നാൽ നമ്മൾ ബുക്കിൽ എഴുതി എക്സലാക്കിയിട്ട് കാണിച്ചു കൊടുക്കും, ഇതാണ് നിങ്ങളുടെ കഴിഞ്ഞ 3 മാസം. എവിടെ നിന്നാണ് ഞങ്ങൾ കൺസൾട്ടൻസി ടേക്ക് ഓഫ് ചെയ്യണത്. ഞങ്ങളൊരു ക്ലോത്ത് ഇൻഡസ്ട്രിയിൽ ഒരെണ്ണം ചെയ്തായിരുന്നു, ഈ ഫർണിച്ചർ ക്ലോത്ത്സ്. അവർക്ക് കണക്കൊന്നുമില്ല, പക്ഷേ അവർക്ക് ടേൺ ഓവർ മന്ത്ലി ചെയ്തുകൊണ്ടിരുന്ന അപ്രോക്സിമേറ്റ്ലി 60 lakhs ആയിരുന്നു. ആ ഒരു 4 to 5 crores എത്താൻ പറ്റും. ഒന്നുമില്ല, അവരുടെ കണക്കുകളെല്ലാം ഞങ്ങളൊരു ബുക്കിൽ എഴുതി, എന്നിട്ട് ആ കുട്ടികളെ ചാടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിന് ഇൻസെൻറ്റീവ്സ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ, പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് ചാടിക്കുകയാണ്, അവരെ സെയിൽസിലേക്ക് ചാടിക്കുന്ന സിസ്റ്റം ഉണ്ട്. ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് 3 layer ഇൻസെൻറ്റീവ്സ് ആണ് ഞങ്ങൾ പറഞ്ഞത്. സ്റ്റാഗ്നൻ്റ് ഇൻസെൻറ്റീവ്, അതായത് അവൻ എന്ത് ചെയ്താലും ഒരു ചെറിയ ഇൻസെൻറ്റീവ് കൊടുക്കണം. ദെൻ റേസ് ദി ബാർ ഇൻസെൻറ്റീവ്, അതായത് ചാടിക്കൊണ്ടിരിക്കുന്നതിന് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കണം. പിന്നെ ജാക്ക്പോട്ട്,
അന്നേരം അങ്ങനെ 3 ലെവൽ ഓഫ് ഇൻസെൻറ്റീവ്സ് ആണ് ഞങ്ങളുടെ കൺസൾട്ടൻസിയിൽ ടീം മെമ്പേഴ്സിന് കൊടുക്കുന്നത്. വെച്ചാൽ വി വിൽ ടീം ദെൻ ദേ വിൽ സ്റ്റാർട്ട് ഡെലിവറിങ് ദി നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇവിടെ പല സംരംഭകരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു സ്കെയിലപ്പിലേക്ക് വരുന്നത് ഇപ്പോൾ എല്ലാവരും. പക്ഷേ സ്കെയിലപ്പിലേക്ക് പോകുമ്പോൾ ഒരു തോറ്റു പോകുന്നതാണ് ഞങ്ങൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൻ്റെ റീസൺ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ റെഡി ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള പില്ലേഴ്സ് റെഡി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ സ്കെയിലപ്പിൻ്റെ സമയത്ത് തോറ്റുപോകുക എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് കുറേ പ്രശ്നങ്ങൾ വരും, അവർ കുറേ കടബാധ്യതകളിലേക്ക് പോകും. ഇങ്ങനെ പോകാതെ ഒരു ബ്രാൻഡ് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് അവർ സെറ്റപ്പ് ചെയ്യണം? അന്ന് ചോദിച്ച ക്വസ്റ്റ്യന് വലിയൊരു ആൻസറാണ് റിലയൻസ്. അനിൽ അംബാനി വാസ് വേൾഡ്സ് 5th പൊസിഷനിൽ നിന്ന ആളാണ് വെൽത്തിയിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കൊളാപ്സ്ഡ്. അതെ. എയർസെൽ, ശിവശങ്കരൻ എന്നുള്ള അയാൾക്ക് 2 ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു, അമേരിക്കയിൽ ഒരു ദ്വീപ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കാൽക്കുലേഷൻസ് ബാങ്കും നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസും അവരുടേതൊരു കാൽക്കുലേഷൻസ് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരു എക്സാമ്പിൾ ഉണ്ട്, പാതിമന രാജശ്രീ മോട്ടോഴ്സ്. രാജശ്രീ മോട്ടോഴ്സ് ഇതിൻ്റെ അകത്ത് ഇത് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ CA അവർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇവർ 1000 കോടി കണ്ടിട്ടുണ്ടാവില്ല. നമ്മളൊരു വിഷൻ പറയും, നമുക്ക് എപ്പോഴും ഓണ്ടർപ്രണറിൻ്റെ മനസ്സിലെപ്പോഴും ബിഗ് ഡ്രീംസ് ആയിരിക്കുള്ളൂ. അതായത് ഈ ഡ്രീംസ് കേൾക്കുമ്പം CA പ്രാക്ടിക്കലി പഠിച്ച കാര്യങ്ങളല്ല, അവന് ബുക്കിൽ പഠിച്ച കാര്യങ്ങളാണ്. നമ്മളോട് പറയും, ഇപ്പോൾ എൻ്റെ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് പ്രഷർ തന്ന CA സാർ ഒരു വണ്ടി എടുക്കാൻ പറ്റും, വണ്ടി എടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ സാറിന് 20% ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം, 5 ഇയർ കഴിയുമ്പോൾ സാറിന് കിട്ടും. പക്ഷേ ഫൈനലി അത് 5 ഇയർ കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്. വെച്ചാൽ ഓരോ വർഷം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ അത് വണ്ടി വാങ്ങിച്ചാൽ കുഴപ്പമില്ല. ഇത് നമ്മൾ കടത്തിൻ്റെ അകത്താണ് വണ്ടി വാങ്ങിച്ചിട്ട് ഡിപ്രിസിയേഷൻ അതിൻ്റെ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അന്നേരം പലപ്പോഴും എന്താ വെച്ചാൽ കാൽക്കുലേഷൻസ് ഒരാളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യില്ല. അന്നേരം ആസ് എൻ ഓണ്ടർപ്രണർ നിങ്ങൾ ഈ വാല്യൂ വോളിയം കണ്ട ഒരാളെ നിങ്ങളൊരു മെൻറ്ററാക്കിയിട്ട് നിങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളൊരു മന്ത്ലി റിവ്യൂവിലോ ഒരു നോമിനൽ ഫീസ് കൊടുത്തിട്ടാണെങ്കിലും ഇരുത്തി കഴിയുമ്പോൾ ഇവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പലരും അത് കാണുന്നില്ല. ഇപ്പം അംബാനിയെ സംബന്ധിച്ചോളം അന്ന് അനിലിന് ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രി ആയിരുന്നു, ഓയിലും ഇൻഷുറൻസും അങ്ങനെ എല്ലാം നല്ല ഇതായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി കാൽക്കുലേഷൻസ് തെറ്റിപ്പോയി. ഹി ഹാസ് ടേക്കൻ ലോട്ട് ഓഫ് ഡെറ്റ്സ്. ആ ഡെറ്റ് വെച്ചിട്ട് ബിസിനസ് കൂടാമെന്ന് വെച്ചു. നേരെ മറിച്ച് മുകേഷ് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു. അവൻ്റെ എല്ലാം സ്ലോ മൂവിങ് സാധനങ്ങളായിരുന്നു. പക്ഷേ ഹി ഹാസ് ഡൺ എക്സ്ട്രീംലി വെൽ. എയർസെൽ ഇത് തന്നെയാണ് കഥ. പുള്ളി ഇപ്പം വെൽനെസ്സിൻ്റെ പ്രോഗ്രാംസ് ആണ് പുള്ളി ഇപ്പം ചെയ്യുന്നത്. പുള്ളി ഈസ് കമ്മിങ് ബാക്ക്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലും ഈ സക്സസ് സ്റ്റോറി വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഓവർ കാൽക്കുലേഷൻ്റെ അകത്ത് ഇൻഡ്യൂഷൻസിൻ്റെ അകത്ത് ഡിസിഷൻസ് എടുക്കും. നമ്മളെല്ലാം ഡേറ്റ ഡ്രിവൺ ആയിട്ട് ഡിസിഷൻസ് എടുക്കാവുള്ളൂ. അതാണ് ഏറ്റവും വലിയ സാധനം. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 5 വയസ്സിലിടുന്ന ഡ്രസ്സ് കൊണ്ട് 20 വയസ്സാകുമ്പോൾ ഡ്രസ്സ് ഇടാൻ പറ്റുമോ വെച്ചാൽ പറ്റില്ല. അന്നേരം ഓരോ ലെവലിൽ ചേഞ്ച് വരുമ്പോഴും നമ്മുടെ കുട്ടികളുടെ മാനസികം മാറ്റി കൊടുക്കണം. അതായത് അവരുടെ കാഴ്ചപ്പാട് കാണണം, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. പലരും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാറില്ല. 4 ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റായിട്ട് വരണം ആസ് എ ഓണ്ടർപ്രണർ എനി പോയിന്റ് ഓഫ് ടൈം. ലേണിംഗിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഹയറിംഗിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഓട്ടോമേഷൻ്റെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഈ 4 ഇൻവെസ്റ്റ്മെൻറ്റ് പല ഓണ്ടർപ്രണേഴ്സ് ഇടാൻ തയ്യാറില്ല. അതായത് മെയിനായിട്ട് ഈ 4 ഇൻവെസ്റ്റ് ചെയ്യാനൊരു മാനസികാവസ്ഥ ഇല്ലെങ്കിൽ ഇവർ ഗ്രോ ഇല്ല. പക്ഷേ ഞാനൊരു 10 കോടി അല്ലെങ്കിൽ 100 കോടി എത്തിക്കഴിയുമ്പം അടുത്ത ലെവലിലേക്ക് വരണമെങ്കിൽ ആ ലെവലിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ ആ ലെവലിൽ വർക്ക് ചെയ്ത ഒരാളെ ഹയർ ചെയ്യുള്ളൂ. ഞാൻ ഈ 10 കോടി കൊണ്ട് ഓടിക്കുന്നവനെ കൊണ്ട് 100 എത്തിച്ച് 100നെ കൊണ്ട് 1000 ഓടിക്കാന്ന് വെച്ചാൽ ഒരിക്കലും എത്തില്ല. അതാണ് ഒരു ചലഞ്ച്. പിന്നെ ഈ 100 കോടിയുടെ ചെയ്ത വെച്ചിട്ടാണ് 1000 കോടിയുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇതിലും ഒരിക്കലും അത് എത്തില്ല. പിന്നെ ലേണിംഗ്, എനിക്ക് അതിൻ്റെ ലേണിംഗും ഇല്ല. ഞാനൊന്നും 5 പൈസ പഠിക്കുന്നില്ല. ഞാൻ ഈ ബൈ ഗോഡ് ഗ്രേസോ അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഐ ഹാവ് ഗ്രോൺ ടു 100 crores. ബട്ട് ഫ്രം ദെയർ 1000 crores നോക്കുന്നത്. അന്നേരം ആ ലേണിങ്ങും എനിക്കുണ്ടാവില്ല. അന്നേരം ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ്: ഹയറിംഗ്, മാർക്കറ്റിംഗ്, ദെൻ ലേണിംഗ് ആൻഡ് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ടാലിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ടാലി ഇല്ലാത്ത ആൾക്കാരുണ്ട്, പക്ഷേ ടാലിയിൽ ജീവിക്കും. അടുത്ത ലെവൽ സാപ്പിലേക്ക് പോകണം. അന്നേരം 1 കോടിയോ 1.5 കോടിയോ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. പക്ഷേ മൈക്രോ ലെവലിൽ നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റ്സും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ആ 1 കോടി ഇടാൻ തയ്യാറല്ല. അവിടെ നിന്നാണ് ഈ സിസ്റ്റംസ് ഇല്ലാതെയാണ് നമ്മൾ വലിയ ടേൺ ഓവേഴ്സ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ കണ്ട കാര്യം. ഈ 4 കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഓൾസോ സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലേക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് എനിക്ക് ടീമിന്റെ കാര്യം ചോദിക്കാനുള്ളത്. അപ്പം കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടു വലിയൊരു ബ്രാൻഡ്, കേരളത്തിൽ നിന്ന് ഇന്റർനാഷണൽ ലെവലിൽ വളർന്നൊരു ബ്രാൻഡ്, കേരളത്തിലെ ഒരു ഷോപ്പിൽ ഒരു മാനേജറുടെ മിസ്ബിഹേവ് കാരണം ആ ബ്രാൻഡ് ഒരാഴ്ചത്തേക്ക് എയറിലായിരുന്നു. അപ്പം ഇത്തരത്തിലൊരു മാനേജ്മെന്റ് ഒരു ടീമിനെ വാർത്തെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ HR പോളിസീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബേസിക്കലി നമുക്ക് ഈ HR എന്നുള്ളത് എപ്പോഴും ഒരു
തലവേന പിടിച്ച ഇതാണ്. എന്താ വെച്ചാൽ ആൾക്കാരെ എടുക്കണം, അവരെ ഫയർ ചെയ്യണം. പക്ഷേ കൾച്ചർ ഡെവലപ്പ് ചെയ്താൽ ഭയങ്കര രസമായിരിക്കും. ഈ കൾച്ചർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഇപ്പം day 1 ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ എല്ലാവരോടും പറഞ്ഞാൽ ആരെ ഇൻഡക്റ്റ് ചെയ്യുന്ന ദിവസവും അവർക്കുള്ള വരുമ്പോൾ തന്നെ അവർക്കൊരു റോസപ്പൂവോ അല്ലെങ്കിൽ വരുമ്പോൾ ഒരു വെൽക്കമോ അല്ലെങ്കിൽ വരുമ്പോൾ തന്നെ അവരുടെ ഡെസ്ക്, ബെഞ്ച് അല്ലെങ്കിൽ അവർക്ക് ഇരിക്കേണ്ട സ്പേസ്, അവരുടെ ലാപ്ടോപ്പ്, അവർക്കൊരു വെൽക്കം നോട്ട്, അവർക്ക് ഉച്ചയ്ക്കുള്ള ബിരിയാണി അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് എവിടെ നിന്നാണ്. അന്നേരം വന്ന ദിവസം തന്നെ എനിക്ക് കൺഫ്യൂഷനാണ്. ഞാനിത് ക്യാൻറ്റീനിൽ പോകണോ, വെളിയിൽ പോകാൻ പറ്റുമോ, ഇത് 10 പേരോട് ചോദിക്കും. അന്നേരം ചിലപ്പോൾ റൈറ്റ് ആളാണെങ്കിൽ റൈറ്റ് ഉത്തരം തരും, റൈറ്റ് അല്ലാത്തവൻ പറയും സാറേ ഇവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പരിപാടിയൊന്നും നടക്കില്ല. അന്നേരം കിട്ടുന്ന ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്. അന്നേരം ഞാൻ എൻ്റെ മൈൻഡിൽ കാണുന്നത് നെഗറ്റീവാണ്. പിന്നെ എല്ലാം തൊട്ടവും പിടിച്ചൊക്കെ നെഗറ്റീവ് പോകും. അന്നേരം നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. അന്നേരം HR ചിന്തിക്കുന്നത് വെച്ചാൽ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ടു എക്സിറ്റ് പ്രോഗ്രാമിന് ഒരു നല്ല പ്രോസസ്സ് ഉണ്ടാവണം. അത് വന്നു കഴിയുമ്പോൾ എന്നെ ആക്ച്വലി ഫസ്റ്റ് ഡേ നിങ്ങൾ കാറ് വിട്ട് പിക്ക് ചെയ്തിടണമെന്നാണ് ഞാൻ ആരോടും പറയണം. പക്ഷേ എന്നെ വെൽക്കം ചെയ്ത് ഫസ്റ്റ് ഡേ ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് ഒരു ഡിഫറൻസിയേഷൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. അത് എന്നെ ഒരു കാറിൽ പിക്ക് ചെയ്തു. അതിപ്പോൾ ഞാനൊരു ലേമാൻ, അതായത് തൂക്കാൻ വന്ന ചേച്ചിയാണെങ്കിലും അല്ലെങ്കിൽ തൂക്കാൻ വന്ന ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ക്ലീനിങ് സ്വീപ്പിങ്ങിനോ വന്ന ഒരു കുട്ടിയായി പോലും നമുക്കൊരു കാറിൽ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രൊസീജിയർ. അവരൊരിക്കലും മറക്കില്ല. അവർക്കൊരു സെക്കൻഡ് ഓപ്ഷൻ എവിടെയെങ്കിലും ജോലി 100 കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാലും എൻ്റെ കാഴ്ചപ്പാടിൽ പോവില്ല. ഫസ്റ്റ് ഡേ ഷുഡ് ബി ദി ബെസ്റ്റ് ഡേ ഓഫ് ദെയർ ലൈഫ്. റിട്ടേൺ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ ഗ്രോ ചെയ്യുമ്പം ഇവർക്കും അതിൻ്റെ ഒരു പാകമാക്കണം. പലരും എന്താ വെച്ചാൽ ഇപ്പം ഓണ്ടർപ്രണേഴ്സ് സൈക്കിളിലായിരിക്കും വന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിലായിരിക്കും വന്നത്. എന്നാൽ ഇവൻ്റെ കൂടെ മറ്റവനും സ്കൂട്ടറിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്കൂട്ടറിൽ കയറി വന്നിട്ടുണ്ടോ. പക്ഷെ ഇയാൾ പെട്ടെന്ന് ഗ്രോ ചെയ്ത് ബെൻസും വലിയ 5000 സ്ക്വയർ ഫീറ്റ് വീടും അല്ലെങ്കിൽ ബംഗ്ലാവും വാങ്ങിച്ചിട്ടുണ്ട്. അന്നും ഇവൻ സൈക്കിളിൽ നടന്നാ വരുന്നത്. അന്നേരം ഇവൻ എന്തായിരിക്കും പറയുന്നത്, ഇവർ നന്നാവാതിരിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷേ എപ്പോഴും ഹ്യൂമൻ ബീയിങ്സിന് മറ്റേ ഞണ്ടിൻ്റെ ഒരു സ്വഭാവം നമുക്കുണ്ടാവും, താഴോട്ടൊന്ന് വലിക്കണം എന്നുള്ളത്. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ കൂടെ ഉള്ളവർ ഗെറ്റ് അലോങ്. ഏറ്റവും വലിയ ഡയലോഗ് എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചവൻ 5000 രൂപയുടെ വീട് മേടിച്ചു. അന്നേരം അത് എൻ്റെ കൂടെ ഇവർക്കും ഒരു വിൻ സിനാരിയോയിലേക്ക് ഉണ്ട്. അന്നേരം പല ഓർഗനൈസേഷൻ ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, കാർ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ജയ്പൂരാണോ ഒരു ഗോൾഡ് ഡയമണ്ട് മെർച്ചൻസ്, അവരതിൻ്റെ അത് കാണാം. അവരുടെ ഗ്രോത്ത് നമുക്ക് ഇനോമസ് ആണ്. എന്താ വെച്ചാൽ എവരിബഡി ഈസ് വർക്കിംഗ് ആസ് എ ഓണ്ടർപ്രണർ. അല്ല, കേരളത്തിൽ തന്നെ ഇപ്പൊ പല ബ്രാൻഡുകളും റേഞ്ച് റോവർ മുതൽ നല്ല നല്ല കാര്യങ്ങൾ ഇപ്രാവശ്യം ഹൈലൈറ്റിൻ്റെ അകത്ത് അവരുടെ സ്റ്റാഫിന്, സെയിൽസ് സ്റ്റാഫിന് ഇങ്ങനെ ചെയ്യുന്നു. സോ ദെയർ ഗ്രോത്ത് ഈസ് ഹ്യൂജ്. ഇപ്പോൾ ഹൈലൈറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓഫീസിലായിരുന്നു അവരുടെ ഓഫീസ്. ഒരു ടൈമിൽ അത് വോണ്ട് ഓഫ് ആയി പോകേണ്ട സമയത്ത് ഹി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൾ ദീസ് തിങ്സ്. പുള്ളി ഒരു മേബാക്ക് വാങ്ങിച്ചു. അതിനുശേഷം ഹിസ്റ്ററി മാറി എന്നുള്ളതാണ് ഞാൻ കണ്ടൊരു കഥ. എൻ്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരുന്നതാണ് അവരുടെ ഓഫീസും. എൻ്റെ വേൾപൂൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓഫീസിലായിരുന്നു അവരുടെ ഓഫീസ് ഇനിഷ്യൽ ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. Initially was struggling, but now they are king in Calicut. Calicut നല്ല, കേരളത്തിലെ one of the അതെ കേരള, അതെ അവരുടെ മാർക്കറ്റ് കാലിക്കറ്റ് ആണ്. കിങ്ഡം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്. അല്ല, ഇത് പലപ്പോഴും ഞാൻ എപ്പോഴും ചോദിക്കാമെന്ന് വേറെ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, പലപ്പോഴും റോങ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ചൂസ് ചെയ്തിട്ട് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലെ ബിസിനസ് തകർന്നു പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇപ്പം കൊച്ചിയിൽ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും, പക്ഷെ ഇവരിവിടെ നിന്ന് കാലിക്കറ്റേക്ക് പോയി കഴിയുമ്പോൾ അവരുടെ ലൊക്കേഷൻ കൊള്ളില്ലാത്തത് കൊണ്ട് മാത്രം കച്ചവടം ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിലേക്ക്, പുതിയൊരു മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ഫേസ് അല്ലെങ്കിൽ നമ്മളെ തേടി ആൾക്കാർ വരുമ്പോൾ ലൊക്കേഷൻ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് വരുന്നു, ഇപ്പോൾ 33 ഷോപ്പിൽ നിന്ന് 100 ഷോപ്പിലേക്ക് എത്തിച്ചപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായിരുന്നു ലൊക്കേഷൻ. ഒരു ഷോപ്പിൻ്റെ ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിൽ ഒരു ഓൺട്രപ്രണർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബേസിക്കായിട്ട് ഒരു 3 കാര്യങ്ങൾ നമ്മൾ അവരോട് റിക്വസ്റ്റ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങളൊരു പേഴ്സണലി അവിടെ ഒന്ന് പോകണം. എന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റോറിൻ്റെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ സൈഡിലോ നിൽക്കണം. ഇതിൽ കൂടെ എത്ര വെഹിക്കിൾസ് പോകുന്നുണ്ട്, എത്ര മാൻ പവർ പോകുന്നുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് വിസിനിറ്റിയിൽ ഇപ്പോൾ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട് എക്സാമ്പിൾ, അവിടെ എത്ര പേര് ചായ കുടിക്കാനുണ്ട്. ഫൈനലി നിങ്ങളുടെ കടയിൽ ഇവരാണ് കസ്റ്റമർ. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ആളാണ്, എറണാകുളത്ത് ഇവിടെ ഷോറൂം എന്ന് പറഞ്ഞാൽ ഞാൻ പോകണമെന്നില്ല ആസ് എ കസ്റ്റമർ. പക്ഷേ ഇവിടെ ചായ കുടിക്കാൻ വരുന്ന ഒരാളായിരിക്കും നാളത്തെ കസ്റ്റമർ. അല്ലെങ്കിൽ അതേ ആ റോഡിൽ കൂടെ പോകുന്ന ബസ്, വെഹിക്കിള് അല്ലെങ്കിൽ ലോട്ടറിക്കാർ, ഇതിനെ കണക്ട് ചെയ്ത് എത്ര പേരാണ് ഈ കട കാണാനുള്ള വിസിബിലിറ്റി ഉള്ളത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അതിൽ രാവിലെയാണ് ആളുള്ളത്, ഉച്ചയ്ക്കാണ് ഉള്ളത്, വൈകിട്ടാണ് ഉള്ളത്. ഈ രാവിലെ വന്ന ആളെ എൻ്റെ ഷോറൂമിലേക്ക് കയറ്റാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് യു അനലൈസ് ദി വാക്ക് ഇൻ കസ്റ്റമർ എറൗണ്ട് ദി ആ ഷോപ്പിൻ്റെ വിത്തിൻ 200 to 300 മീറ്റേഴ്സ് ആ അളവിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഈ വിസിബിലിറ്റിക്കകത്ത് എത്ര പോപ്പുലേഷൻസ് ഉണ്ടെന്ന് നോക്കുക. അവരെ ഇവിടെ കൊണ്ടുവരാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നോക്കുക. ഇതാണ് ബേസിക്കായിട്ട് നോക്കേണ്ടത്. വാക്കിൻസ് ആണ് നോക്കേണ്ടത്.
തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൻ്റെ ഒരുപാട് കേച്ചർക്കങ്ങളിലൂടെ കടന്നു വന്നു. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരിച്ചു വന്നു. ഇന്ന് ആത്മഹത്യയുടെ വക്കിൽ പോയേക്കാവുന്ന പല കച്ചവടക്കാരെയും തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നുണ്ട്. ഒരുപാട് സ്വപ്നം കാണുന്നവരെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് എന്തായിരിക്കും? പ്രൗഡ് മൊമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹമ്പിൾ ബിഗിനിങ്ങിൽ നിന്ന് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്താൻ പറ്റി. പിന്നെ ഇൻഡസ്ട്രിയിൽ ആരോട് ചോദിച്ചാലും ഷൈൻ എന്നുള്ള പേര് അച്ഛനിട്ടെങ്കിലും എനിക്കൊരു ബ്രാൻഡിങ് ഷൈൻ തന്നെ കിട്ടാൻ പറ്റി. ആ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പോൾ കൺസൾട്ടൻസിയിലാണെങ്കിലും ആൾക്കാർ വിളിക്കുന്നത് നമ്മൾ ചെന്നാൽ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ അവർ കാണുന്നുണ്ട്, വിസിബിളി നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അന്നേരം ഒരു വലിയ പ്രൗഡ് മൊമെന്റ് എന്ന് വെച്ചാൽ പേര് അനർത്ഥമാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിലേക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ്. അച്ഛനിട്ട പേര് ഞാൻ അനർത്ഥമാക്കിയെന്നല്ലേ? അതെ, അച്ഛനിട്ട പേര് നമുക്ക് മാർക്കറ്റിൽ അനർത്ഥമാക്കാൻ സാധിച്ചു. എന്താണ് ഇനി കൺസൾട്ടിക്കോടെയും ഷൈൻ ചേട്ടന്റെയും ഒരു ഫ്യൂച്ചർ? ഫ്യൂച്ചർ എന്താ വെച്ചാൽ ഞാൻ കാണുന്ന ഓപ്പർച്യൂണിറ്റി ഭയങ്കര ഹൈ ആണ്. എന്താ വെച്ചാൽ ഡ്രീം കാണുന്ന കുട്ടികൾക്ക് വലിയ ഡ്രീം കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഇവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഇത് ചെയ്യാനുള്ള വഴികൾ അറിയാറില്ല. അന്നേരം പലരോടും ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു ബുക്ക് എടുക്കുക, നമുക്ക് രണ്ട് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റാത്തത് മണി ആൻഡ് ടൈം. മെഷർ ചെയ്യാൻ പറ്റാത്തതെന്നല്ല, മെഷർ ചെയ്യാത്തത്. ടൈം ഇപ്പം ഇന്നത്തെ പോയി ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. മണി ഇന്ന് സ്പെൻഡ് ചെയ്ത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അന്നേരം ഇത് രണ്ട് മെഷർ ചെയ്യണം. അത് ഇന്ന് ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഫ്രണ്ടിൽ എഴുതേണ്ടത് യുവർ ടൈം. രാവിലെ എണീക്കുന്ന സമയം തൊട്ട് രാത്രി കിടക്കുന്നവരെ ബാക്കിയുള്ള സമയം ഉറങ്ങാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ടൈം ഹൗ എഫക്റ്റീവ്ലി യു ആർ യൂട്ടിലൈസിങ് ഫോർ യുവർ സെൽഫ് ബാക്കിൽ എഴുതേണ്ട മണിയാണ്. എന്നിട്ട് ഇത് രണ്ടിൻ്റെ അകത്ത് നിങ്ങൾ എഫക്റ്റീവ് ടൈം എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് ഞാനൊരു ഫോർമുലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. POF എന്നാണ് പറഞ്ഞത്, പേഴ്സണൽ, ഒഫീഷ്യൽ, ഫാമിലി. ഇതിൽ പലരും പേഴ്സണലി വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ല ഒഫീഷ്യലി വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ പേഴ്സണൽ ലൈഫ് ഉണ്ടാവില്ല. പിന്നെയുള്ള ഫാമിലി ലൈഫ് ഉണ്ടാവില്ല. ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. പേഴ്സണൽ ലൈഫ് ഉണ്ടായിരിക്കണം, ഒഫീഷ്യൽ ലൈഫ് ഉണ്ടായിരിക്കണം, ഫാമിലി ലൈഫ് ഉണ്ട്. ചില വർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഈ ഫാമിലി ലൈഫും ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ മിക്സ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് മിന്നിഫൈ ആവുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഈ മണി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ ഈ ആഗ്രഹം പറഞ്ഞാലും അത് ഈ മണി കൂടെ എങ്ങനെയല്ല ഈ ടൈം വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. അത് സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. എനിക്കൊരു ക്ലാസിക് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്ത ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് കുട്ടികൾ ഇങ്ങനെ മീറ്റിങ്ങിൽ പറഞ്ഞു, സാറ് നല്ല തള്ളൊക്കെയാണ്, നന്നായിട്ടുണ്ട്, സാറ് കാറൊക്കെ വാങ്ങിച്ചു, പക്ഷേ ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു 10-30 പേരുടെ ടീമുണ്ട് റിവ്യൂ ചെയ്യണം. അന്നേരം ഈ റിലേഷൻ കൂടുതലാകുമ്പോൾ അവർക്ക് എന്തും പറയാമെന്നുള്ളതാണല്ലോ സാറിനോട്, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു വഴി. അന്നേരം അവർ പറഞ്ഞു ഇത് പ്രാക്ടിക്കലി നടക്കില്ല, ഇത് കുറച്ച് പേർക്ക് നടക്കും, അത് എന്നെപ്പോലെ അങ്ങനെ വർത്തമാനം പറയുന്ന ആൾക്കാർക്കേക്കുള്ളത്. അതാണ് ഞാൻ അവരോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ ആഗ്രഹമുള്ള ഏതാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു സ്വിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അവരോട് ഉച്ചയ്ക്ക് ഇത് മാരുതിയുടെ ഷോറൂമിൽ പോയിട്ട് സ്വിഫ്റ്റിൻ്റെ 5 പേര് ഇൻവോയ്സ് വാങ്ങിച്ചു. അന്നേരം ഇത് പ്രൈസിങ് വാസ് സംതിങ് അറൗണ്ട് 9 lakh സംതിങ് ആണ് അതിൻ്റെ ഒരു ടോപ്പ് എൻഡും എൻ്റെ വേരിയേഷൻ വരുന്നത്. അതിൽ 1.4 lakh rupees എന്തോ EMI ഫസ്റ്റ് അടയ്ക്കണം. ബാക്കിയുള്ളത് അവർക്കൊരു 7,500 8,000 അടച്ചാൽ. അന്നേരം 8,000 ഞാൻ നോക്കുമ്പോൾ അവരൊരു 8,000 rupees അടയ്ക്കണം, പറ്റുമോ? അതിന് അവർ ഓൾമോസ്റ്റ് 25 days വർക്ക് ചെയ്യണം. അതിന് 7,500 വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു 300 ഏൺ ചെയ്താൽ മതി. അന്നേരം ആ റീറ്റെയിൽ ഔട്ട്ലെറ്റിലെ ഓണർ ആവറേജ് TVക്കും AC-ക്കൊക്കെ 500 വരെ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. അവരോട് ചേട്ടാ ഒരു TV വിൽക്കാൻ നിനക്ക് എന്താ പാടില്ല, നീ വിൽക്കുന്ന നോർമൽ ഇതിൻ്റെ പുറമെ ഒരെണ്ണം കൂടെ വിറ്റാൽ ഇത് നിനക്ക് EMI അടയ്ക്കാൻ പറ്റും. ഇനി ഫസ്റ്റ് ഒരു 10 to 20 days അവർക്ക് ഏജിങ് സ്റ്റോക്സിൻ്റെ എപ്പോഴും പ്രശ്നം വരും. ഇവരുടെ ഓണറോട് സംസാരിച്ച് ഏജിങ് സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഇവർക്ക് കൊടുത്താൽ അവർക്ക് സ്പെഷ്യൽ ഇൻസെൻറ്റീവ് കൊടുത്താൽ ഇവരെല്ലാവരും പൈസ ഉണ്ടാക്കും. അത് ആ പൈസ വെച്ചിട്ട് ഫസ്റ്റ് EMI അടച്ചു. then 7,500 വെച്ച് മന്തിൽ അടയ്ക്കാനുള്ള സിസ്റ്റം കാണിച്ചു കൊടുത്തു. 3ാമത്തെ മാസം 5 പേരും വണ്ടി എടുത്തു. ഓ അടിപൊളി. അതായത് ഇത് ഇത്ര ഈസിയാണ്, പക്ഷേ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതിനൊരു മെൻറ്റർ വേണം, ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവൻ ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ ട്രാക്കിൽ നിന്ന് എപ്പോഴും പോകും. വെച്ചാൽ കംഫർട്ട് സോൺ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ കംഫർട്ട് സോണിൽ നിന്ന് ഗ്രോത്ത് സ്റ്റേജ് വരണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് 2 സ്റ്റേജസ് ഉണ്ട്. ഒന്നെന്നുള്ള ഫിയർ സോണാണ്. ഫിയർ സോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി, ഇത് ഇനി ഇറങ്ങിയാൽ കയറാൻ പറ്റുമോ, കയറി ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. ഫിയർ സോൺ കഴിഞ്ഞപ്പോഴത്തെ ലേണിംഗ് സോണാണ്, പഠിക്കണം, എന്നാലാണ് ഗ്രോത്ത് വരുന്നത്. എന്നാൽ ഈ കംഫർട്ട് സോണിൽ നിന്ന് ഗ്രോത്ത് സോണിൽ പോകണമെങ്കിൽ ഈ 2 സോൺ ആൾക്കാർ മിസ്സാവും. അതുകൊണ്ടാണ് അവിടെ പോകാത്തത്. എന്നാൽ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യും, അവിടെ എത്തത്തുമില്ല. പക്ഷേ ഇത് ഒരാൾ മെൻറ്റർഷിപ്പ് ഉള്ള ഒരാൾ, മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇവൻ ചാടുമ്പോൾ തിരിച്ച് അവനെ കയറ്റി വിടും. അത് ചെയ്ത് കഴിഞ്ഞാൽ 100% എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ടീം മീറ്റിങ്ങിൽ എല്ലാവരും വിളിച്ചാൽ നിങ്ങൾ ഹെലികോപ്റ്റർ വേണമെന്ന് പറഞ്ഞിട്ട് വന്നാൽ നടക്കില്ലെന്നല്ല, നടക്കും. ബട്ട് അതിന് യു ഹാവ് ടു പുട്ട് സോ മച്ച് ഓഫ് എഫർട്ട് ടു മേക്ക് സോ മച്ച് മണി. എഫേർട്സും സ്കില്ലും ഉണ്ട്, ആ പൈസ ഉണ്ടാക്കി കൊണ്ടുവരണം. പക്ഷേ ഫോർമുല എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഓണ്ടർപ്രണേഴ്സിനും ഇപ്പം ചെയ്ത് കൊടുക്കാറുണ്ട്.
ഇൻഡിവിജ്വൽസും ഇതുപോലെ ഡ്രീം കാണുന്ന ആൾക്കാർക്ക് ഡ്രീം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് കാണുന്നത്. അതാണ് ഫ്യൂച്ചറായിട്ട് കാണുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം. വളരെ ഇൻസൈറ്റ്സ് ഉള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ജീവിതകഥയിനേക്കാൾ ഉപരി ഒരുപാട് കച്ചവടക്കാർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഗുണം കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഈ പറയുന്ന സിസ്റ്റം ഒരുപാട് പേരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒരുപാട് സെയിൽസിലെ സ്റ്റാഫിനായിക്കോട്ടെ ഓൺട്രപ്രണേഴ്സിനായിക്കോട്ടെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഒന്നോടെ ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റ് കഥ പറയണം. അത് നമുക്ക് ഒരുപാട് സക്സസ് സ്റ്റോറികൾ പറയാൻ സാധിക്കണം. അന്ന് ഈ ഷൈനിങ് കുറച്ചുകൂടെ പ്രകാശിക്കണം അല്ലേ, രക്ഷകനാകട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ എ വണ്ടർഫുൾ സെക്ഷൻ. താങ്ക് യു സോ മച്ച്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും എല്ലാ ദുഃഖങ്ങളും അറിഞ്ഞതിന് ശേഷം ആ ദുഃഖങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് വന്നുവെന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരിച്ചു വന്ന് അതിനെ എങ്ങനെ ഇപ്പോൾ നല്ലൊരു സുഖമുള്ള ജീവിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതും കേട്ടൊരു സ്റ്റോറി. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ആ ജീവിതകഥ 7 കോടി കടം വന്ന ആ കടം തൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് തൻ്റെ ജീവിതത്തിനെ മറ്റുള്ളവർക്ക് മുന്നിൽ അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തി. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഓരോ പ്രശ്നങ്ങൾ, ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ഓരോ കഴിവുകൾ. നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ട്രാക്കിലേക്ക് തിരിച്ചു കയറാൻ റെഡിയായാൽ ഷൈൻ ചേട്ടനെ പോലെ നമുക്കും സ്റ്റാർ ആവാൻ സാധിക്കും. സോ നമുക്ക് നല്ലൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.